الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين الكتب كلها تحت العرش فإذا كان يوم الموقف بعث الله ريحا فتطيرها بالأيمان والشمائل أول خط فيها اقرأ كتابك كفى بنفسك اليوم عليك حسيبا صدق شفيعنا رسول الله صلى الله عليه وسلم مثل وقوفك يوم العرض عريانا مستوحشا قلق الأحشاء حيرانا والنار تلهب من غيظ ومن حنق على العصاة ورب العرش غضبانا اقرأ كتابك يا عبدي على مهل فهل ترى فيه حرفا غير ما كان لما قرأت ولم تنكر قراءته إقرار من عرف الأشياء عرفانا نادى الجليل خذوه يا ملائكتي وامضوا بعبد عصى للنار عطشانا المشركون غدا في النار يلتهبوا والمؤمنون بدار الخلد سكانا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ എന്ന അനുഗ്രഹം അതിൻ്റെ മഹത്വവും പറഞ്ഞ ശേഷം ഭൗതിക
സുഖങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുത്ത വിഷയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് തുടരെ അല്ലാഹു തആല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മുഹ്കം മുതശാബിഹ് എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളാൽ കൂട്ടിക്കലർത്തപ്പെട്ടതുപോലെ നാം താമസിക്കുന്ന കാലം രാവും പകലും കൊണ്ട് അല്ലാഹു തആല സംഘടിതമാക്കിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മുഹക്കം പകലുപോലെ എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഖുർആനിലെ മുതശാബിഹ് രാത്രിയെപ്പോലെ എല്ലാവർക്കും വേണ്ട വിധത്തിൽ വ്യക്തമാകാത്തതും കൂടുതൽ പാണ്ഡിത്യമുള്ള മഹാന്മാർ അർഹിച്ച രീതിയിൽ അതിന് തഅ്വീൽ ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ളവർ ഒന്നും വിശദീകരിക്കാതെ ആ വിഷയത്തിന്റെ പൂർണ്ണ വിശദീകരണവും ഉദ്ദേശ്യവും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു. എന്നിരുന്നാലും മുക്കല്ലഫിനോട് അല്ലാഹു തആല കൽപ്പിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലെ മുഹക്കം മുതശാബിഹ് രണ്ടും ഉണ്ടായെങ്കിലേ രണ്ടും പറഞ്ഞാലല്ലാതെ പൂർണ്ണമാവുകയില്ല. നമ്മുടെ സമയവും കാലവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടുള്ള ഉപകാരം പൂർണ്ണമാകണമെങ്കിലും നഹാറും ലൈലും വേണം. അപ്പോ ശരിയായ മാർഗം ഈ ഖുർആൻ ആ ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു എന്ന് അല്ലാഹു തആല നേരത്തെ ഈ സൂറത്തിലൂടെ പഠിപ്പിച്ചത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ശരിയായ മാർഗം ഏതെന്ന് തിരിയണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ നിരത്തണം. അതിന് അല്ലാഹു തആല 12-ാം സൂക്തത്തിലൂടെ തെളിവ് പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും വ്യക്തമാകുന്ന തെളിവ്. ആഴത്തിൽ ചിന്തിക്കൊന്നും വേണ്ട. മുസ്ലിമിന് മാത്രമല്ല, മനുഷ്യന്മാർക്ക് മൊത്തത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന തെളിവ് അല്ലാഹു തആല പറയുകയാണ്. എന്തിനാ തെളിവ്? അല്ലാഹുവിന്റെ ഏകത്വം അത് പഠിക്കാനും മനസ്സിലാക്കാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബൂവത്ത് അംഗീകരിക്കാനും. ആ തെളിവ് വിശദീകരിച്ച് തൊട്ടുടനെ അതിന്റെ തൊട്ടു മുമ്പായി മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്നലെ മനുഷ്യൻ വകാനൽ ഇൻസാനു അജൂല, എല്ലാ വിഷയത്തിനും തിടുക്കം കൂട്ടുന്നവനാണ്. ഓരോ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മറ്റൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും. അതേപോലെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥകളും. ഈ ലോകം നൂറിൽ നിന്ന് ളുൽമത്തിലേക്ക്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, ആ വെളിച്ചം തന്നെ കുറയുക കൂടുക എന്ന് പറയുന്ന മാറ്റങ്ങളിലേക്ക് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹു തആല നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. വജഅൽനൽ ലൈല വന്നഹാറ ആയതൈൻ. രാത്രിയെയും പകലിനെയും രണ്ട് തെളിവുകളാക്കി നാം സൃഷ്ടിച്ചു, രണ്ട് തെളിവുകളാക്കി നാം വെച്ചു, രാത്രിയും പകലും. ഫമഹൗന ആയത്തൽ ലൈൽ. രാത്രി ലൈൽ എന്ന ദൃഷ്ടാന്തത്തെ നാം പതുക്കെ മങ്ങിയതാക്കി. വജഅൽന ആയത്തൻ നഹാർ. പകൽ എന്ന ദൃഷ്ടാന്തത്തെ മുബ്സിറത്തൻ, എല്ലാവർക്കും വെളിവാകുന്ന കാണുന്ന തരത്തിലാക്കി.
രാത്രിയെയും പകലിനെയും രണ്ടും ലിതബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടാൻ വേണ്ടി. വലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്, വർഷങ്ങളുടെ എണ്ണവും കണക്കും മനസ്സിലാകാൻ വേണ്ടി. രാവും പകലുമില്ലെങ്കിൽ കണക്ക് മനസ്സിലാക്കാൻ പറ്റും. വകുല്ല ശൈഇൻ ഫസ്സൽനാഹു തഫ്സീല, എല്ലാ കാര്യങ്ങളും നാം വിശദമാക്കിയിരിക്കുന്നു. തഫ്സീലൻ, പൂർണ്ണമായി വിശദീകരിക്കേണ്ട രൂപത്തിൽ വിശദമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ ഒരു മനുഷ്യന് പഠിക്കേണ്ട എന്തെല്ലാം ജ്ഞാനങ്ങളുണ്ടോ എല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രാവും പകലും, അതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ. സൃഷ്ടികളുടെ മതപരവും ഭൗതികപരവുമായ നന്മകൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇത് രണ്ടും തെളിവാക്കി വെച്ചത്. രാവും പകലും ഒന്നിന് പിറകെയായി നിരന്തരം തുടരെ ഒന്ന് മാറി മറ്റൊന്നങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി യൗമു മാത്രമുള്ള ഒരു സമയം വരാനുണ്ട്, ലൈലി ഇല്ലാതെ. യൗമുൽ ഖിയാമ, ലൈലുൽ ഖിയാമ അല്ലല്ലോ, യൗമുൽ ഖിയാമ. ലൈൽ എന്ന് പറയുന്നൊരവസ്ഥ ഇല്ല. ഇപ്പോൾ അല്ലാഹു തആല ഇവിടെ നൽകിയിരിക്കുന്നത് ലൈലും നഹാറുമാണ്. അത് രണ്ടും ഏറ്റവും വലിയ തെളിവാണ്. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വയം ഉണ്ടായതല്ല എന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. മാത്രവുമല്ല, ഈ മാറ്റത്തിന്റെ പിന്നിൽ ഒരു നിയന്ത്രിക്കുന്ന, അതിന് പ്രത്യേക കണക്ക് കൊടുത്ത് കണക്കാക്കുന്ന ഒരു ഫാഇൽ, പ്രവർത്തിക്കുന്ന ഒരുവൻ ഉണ്ട് എന്ന് എല്ലാ ബുദ്ധിയും സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ തർത്തീബിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും കൃത്യമായിട്ടാണ്. രാവും പകലും എപ്പോഴും ഒരുപോലെയല്ല, രണ്ടും ഒരുപോലെയാകുന്നത് വർഷത്തിൽ ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 2 ദിവസങ്ങളിൽ മാത്രം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും മാറ്റമുണ്ട്. ചിലപ്പോൾ രാത്രി കൂടുതലാണ്, പകല് കുറവാണ്. പകൽ കൂടുതലാണ്, രാത്രി കുറവാണ്. ചിലപ്പോൾ ചില്ലറ വ്യത്യാസങ്ങളോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് കഴിഞ്ഞ അടുത്തൊന്ന് വരുന്നതും അത് തന്നെ മാറ്റം വരുത്തിയ രീതിയിൽ വരുന്നതും ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന് സർവബുദ്ധിയും സമ്മതിക്കും. അല്ലാതെ പറ്റില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ പിന്നിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാഇൽ, ഒരു പ്രവർത്തകൻ ഉണ്ട് എന്നാരും പറയും. പിന്നെ അതാര് എന്നല്ലേ അന്വേഷിക്കേണ്ടത്? അതിനൊക്കെ കഴിവും പ്രാപ്തിയും ഉള്ള ശക്തനായ ഒരാളെ പറ്റൂ. അങ്ങനെയാകുമ്പോൾ സൃഷ്ടികൾ അനുഭവിക്കുന്ന, സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ഈ നഹാറും ലൈലും അത് സൃഷ്ടികളാൽ ഉണ്ടാക്കപ്പെട്ടതാകരുത്. ഒരിക്കലും അങ്ങനെ പറയാൻ വഴിയൂല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, സൃഷ്ടികളുടെ നന്മകൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല രാവും പകലും ദീനിന്റെയും ദുന്യാവിന്റെയും നന്മകൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ദുന്യാവിന്റെ നന്മകളൊക്കെ രാത്രിയും പകലും കൊണ്ടല്ലാതെ പൂർണ്ണമാവുകയില്ല. രാത്രിയില്ലെങ്കിൽ ലമാ ഹസല സുകൂനു വറാഹ, സമാധാനവും ശാന്തിയും ലഭിക്കൂല. രോഗിയായ ഒരാൾ വൈദ്യനെ കാണാൻ പോയാൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, രാത്രി ഉറക്കം ഉണ്ടോ? ആ ഉറക്കത്തിന്റെ അളവനുസരിച്ച് അയാളുടെ ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും എല്ലാം നിർവചിക്കാൻ കഴിയും.
ഉറക്ക് കൃത്യമായിട്ടുണ്ട്, എന്നാ കാര്യമായിട്ട് അസുഖങ്ങളൊന്നുമില്ല, ചെറിയ എന്ത് അസുഖങ്ങളുണ്ടാവും. കാരണം ഉറക്കം അല്ലാഹു തആല നൽകിയ ശരീരത്തിനും മനസ്സിനും ഒക്കെയുള്ള വലിയ സമാധാനമാണ്. അതുകൊണ്ടാണ് രാത്രി അല്പമെങ്കിലും ഉറങ്ങണം എന്ന് പറയുന്നത്. രാത്രി മുഴുവനായിട്ടും ഇബാദത്തെടുത്ത ആളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ വേണ്ട, വർത്തമാനം പറഞ്ഞിരുന്നതല്ല, ഇബാദത്തെടുത്തതാണ്, അങ്ങനെ വേണ്ട. നിങ്ങൾ രാത്രി ഇബാദത്തെടുക്കാൻ അത്രയും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സുലുസുൽ ലൈൽ, രാത്രിയിലെ 1/3 ഭാഗം ഉപയോഗിച്ചു. അപ്പൊ ബാക്കി 2 ഭാഗം, ആ 2 ഭാഗങ്ങളിൽ ഒരു ഭാഗം രാത്രിയിലും ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഉറങ്ങുന്നതിന് മുമ്പ്, ഇശാ നിസ്കാരവും കഴിഞ്ഞ് കുറച്ചൊക്കെ ടൈം, പിന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഉറങ്ങിക്കോളൂ. തുടരെ ഇബാദത്തെടുക്കാൻ കഴിയുന്ന മഹാനല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു രാത്രി 3ആയിട്ടാണ് ഭാഗിച്ചത്. രാത്രിയുടെ ആദ്യ ഭാഗം കിതാബ് പറഞ്ഞു കൊടുക്കാനും ഇശാ നിസ്കാരവും കുറച്ച് ഔറാദുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങും. രണ്ടാമത്തെ ഒരു ഭാഗം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ചില്ലറയും കൂടുതൽ ഉണ്ടാകും ഉറക്കിന് വേണ്ടി. അവസാനത്തെ ഒരു 1/3 ഭാഗം തഹജ്ജുദിനും ഇസ്തിഗ്ഫാറിനും പ്രാർത്ഥനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെക്കും. ഇങ്ങനെ ഉറങ്ങണം. ഉറങ്ങൂലാൻ തീരുമാനിച്ച ആളുകളെയും തിരുത്തി, അത് പറ്റൂല, ഉറങ്ങണം. കാരണം ആ ഉറക്കം നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യമായ ഒരു വിഷയമാണ് ഉറക്കം. അത് രാത്രി കൊണ്ട്, രാത്രിയിലെ ഉറക്കവും പകലിലെ ഉറക്കവും വലിയ വ്യത്യാസം. അതെന്താ അങ്ങനെ വ്യത്യാസം? എത്ര പകലിൽ ഉറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിനോട് സമാനമാകൂല, കടം വീട്ടലും ആകൂല. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് തോന്നലാണ്, തോന്നലേ പറ്റൂലല്ലോ. ചില ആളുകൾക്കൊക്കെ രാത്രി ആയിരിക്കും ഡ്യൂട്ടി, അപ്പൊ അവര് പകരം വീട്ടും പകലില്. എന്നാലും അവർ പറയും, ഉസ്താദേ രാത്രി ഉറക്കല്ലാത്തത് ഒരു പേടി തന്നെയാണ്. പക്ഷെ അങ്ങനെയാണ് ജീവിതോപാധി, ജോലി അങ്ങനെയാണ്. രാത്രി അങ്ങനെ ഉറങ്ങിയിട്ട് 2-3 വർഷങ്ങളൊക്കെ ആയി. ഏതെങ്കിലും ലീവ് കിട്ടുമ്പോൾ രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ ഉറക്കം വരൂല, പകലിങ്ങനെ ശീലമായതുകൊണ്ട്. പക്ഷെ രാത്രി ശരീരത്തിന്റെ നന്മക്ക് വേണ്ടി ഉറങ്ങണം. മുഴുവനും രാത്രിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പകലില്ലെങ്കിൽ അധ്വാനം, വിവിധ തരങ്ങളിലുള്ള ജീവിതോപാധികൾക്ക് വേണ്ടിയുള്ള കൈകാര്യങ്ങൾ ഒന്നും നടക്കൂല. അപ്പൊ അത് വലിയ ഒരു ദൃഷ്ടാന്തമാക്കി അല്ലാഹു തആല നമ്മുടെ നന്മക്ക് വേണ്ടി വെച്ചു തന്നതാണ്. അല്ലാഹു തആലാനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് ആ രാപ്പകലിന്റെ സഞ്ചാരം തന്നെ, അതിന്റെ ആ മുടക്കമില്ലാത്ത പോക്കും വരവും ഇങ്ങനെ ഉടനെ ഉടനെ വന്നുകൊണ്ടിരിക്കുന്നു. അതും ഒരേ ക്രമത്തിലല്ല, വ്യത്യസ്ത രൂപത്തിൽ. അത് രണ്ടും വലിയ തെളിവുകളാണ്. ഇത് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, ഫമഹൗനാ ആയത്തൽ ലൈൽ, ലൈൽ എന്ന ദൃഷ്ടാന്തത്തെ തെളിവിനെ നാം പതുക്കെ മങ്ങിയതാക്കി. അഥവാ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മഹാന്മാര് പറഞ്ഞു, മങ്ങിയതാക്കി എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്, ആ ദൃഷ്ടാന്തം കൊണ്ട് ഉദ്ദേശിച്ചത് ഖമറാണ്, ചന്ദ്രൻ. അതിനെ മായ്ച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രകാശത്തിന് വ്യക്തത കുറവ് വരുത്തുക, കൂട്ടിക്കൂട്ടി വരിക. തുടക്കത്തിൽ, ചന്ദ്രോദയത്തിന്റെ തുടക്കത്തിൽ നമുക്ക് വ്യക്തമാകും. അതൊരു അടയാളത്തിന് വേണ്ടി നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ വര, വെളിച്ചണ്ടതിൽ. പിന്നെ അതങ്ങനെ കൂടിക്കൂടി വരുന്നു, ഒരു പൂർണ്ണ ചന്ദ്രനാകുന്നത് വരെ. പിന്നെയും പതുക്കെ 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 ചുരുങ്ങിപ്പോകുന്നു താഴോട്ട്. ഇതിനെ സംബന്ധിച്ചാണ് മഹവ് എന്ന് പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, പതുക്കെ അതിനെ ഒരു മങ്ങലേൽപ്പിക്കുന്ന സ്വഭാവം. ഫമഹൗനാ ആയത്തൽ ലൈൽ, ലൈൽ എന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കി. അപ്പൊ രാത്രിക്കും പകലിനും അല്ലാഹു തആല വെക്കുന്ന ഈ മാറ്റങ്ങൾ, അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഈ മാറ്റങ്ങൾക്ക് പിന്നിലും ഒരു നിയന്ത്രിക്കുന്നവൻ ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരുപോലെയാകണം ഖമറിന്റെ ഉദയവും. സൂര്യനെ പോലെ അല്ലല്ലോ ഖമറിന്റെ
ഉദയവും അസ്തമയവും വെളിച്ചവും ഒന്നും മാറ്റണ്ടല്ലോ. സൂര്യൻ അങ്ങനെ ഉദിച്ച് അതിന്റെ ദിശയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് അതങ്ങനെ അവസാനിക്കും. എന്നാൽ ഖമർ ഉദിക്കുമ്പോൾ സൂര്യനെ പോലെയല്ല, അതിന്റെ പ്രകാശത്തിനും അളവിനുമൊക്കെ മാറ്റമുണ്ട്. ഈ മാറ്റങ്ങൾ മനുഷ്യൻ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായി ചിലർ പറയുന്നത് മഹ്വ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നോക്കിയാൽ വെളിവാകുന്ന രൂപം. ശംസും ഖമറും രണ്ടിനും നൂറുണ്ട്, പ്രകാശമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ച് ഖമറിന്റെ മുഖഭാഗത്ത് നിന്ന് അതിന്റെ പ്രകാശം പതുക്കെ ഒന്നിങ്ങനെ അല്ലാഹു തആല ചെറിയ രൂപത്തിൽ ഒന്ന് കെടുത്തി. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് ഏൽക്കുന്ന കുത്തൽ പോലെ ഖമറിൽ അതില്ലാത്തത്. ഖമർ ഇങ്ങനെ പൂർണ്ണ ചന്ദ്രനായി ഉദിച്ചാലും ശരിക്കും നോക്കാൻ പറ്റും, സൂര്യൻ അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. ഒരു ചെറിയ മറ ഇവിടെയുണ്ട് ഖമറിന്റെ ഭാഗത്ത്. അത് 14 രാവാണെങ്കിലും ശരിക്കും നല്ല പ്രകാശം, താഴെ നോക്കിയാലൊക്കെ വെളിച്ചം കാണുന്നപ്പോഴും നേർക്ക് നേരെ എങ്ങനെ നോക്കാം, കുറെ നേരം നോക്കി നിൽക്കാം, ഒരു തടസ്സമില്ല. അങ്ങനെ സൂര്യനെ പറ്റില്ല. അപ്പൊ അതിലുള്ള ആ മഹവിനെ സംബന്ധിച്ചാണ്, ആ മാറ്റത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ശരിക്കും മഹവിന്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം, അതിന്റെ അടയാളം ഒന്ന് പതുക്കെ ഒന്ന് മറച്ചു വെച്ചു. മഹൗതുഹു എന്ന അറബിയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ അതിനെ മായ്ച്ചു എന്ന് പറഞ്ഞാൽ അത് മുഴുവനായും തേച്ചു മാച്ച് കളഞ്ഞു എന്നല്ല, ചെറിയതിന്റെ അടയാളം ഒന്ന് നീക്കി എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമ്മളോട് പറയുന്നു, അല്ലാഹു തആല രാത്രിയെ മായ്ച്ചു കളഞ്ഞു. വജഅൽനാ ലൈല വന്നഹാറ ആയതൈനി ഫമഹൗനാ ആയത്തൽ ലൈൽ. രാത്രിയെ ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ അതിന്റെ വെളിച്ചം കുറവും കൂടുതലും ഒക്കെ ഉണ്ടായി. മാസങ്ങൾ, ആ മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി മറിഞ്ഞു വന്നത് വർഷങ്ങളുടെ എണ്ണവും കണക്കും ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അതിനാണ് ഇപ്പൊ അല്ലാഹു തആല ഒരു ലക്ഷ്യം പറഞ്ഞത്. അതിന്റെ മുമ്പ് പറഞ്ഞു ലിതബ്തഗു ഫളൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടാൻ വേണ്ടി. പകൽ സമയം നല്ലവണ്ണം ജോലിയെടുത്ത് അവനവൻ അറിയുന്ന തൊഴിലുമായി ഏർപ്പെട്ടുകൊണ്ട് ആ തൊഴിലുകളെ കൊണ്ട് നീങ്ങി അല്ലാഹു തആല ഏത് വിധത്തിൽ നിങ്ങൾക്ക് കൈകാര്യങ്ങൾ ചെയ്യണോ അതിന് പറ്റുന്ന രൂപത്തിലാണ് പകലിനെ ആക്കി തന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു വജഅൽനൻ നഹാറ മആശ, പകലിനെ നാം മആശ ആക്കി. മആശ എന്ന ജീവിതോപാധിക്ക് പറ്റുന്ന അവസ്ഥയിലാക്കി. പകൽ ഒരാൾ ജീവിതോപാധികൾക്ക് വേണ്ടി അധ്വാനിക്കും പോലെ രാത്രിയിൽ കഴിയില്ല. അതുകൊണ്ടാണ് മിക്ക പണികൾക്കും രാത്രി ലീവാകുന്നത്. പണികൾ കുറവാണ്. ഇനി ഉണ്ടെങ്കിലും അതിന് കൂടുതൽ ദീർഘായുസ്സുണ്ടാവും. പകലാണ് അതിന്റെ ശരിക്കുള്ള കേന്ദ്രം. വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നാം ലിബാസാക്കി എന്ന് പറഞ്ഞാൽ പുതക്കാനുള്ള പുതപ്പ് പുതച്ച് വിശ്രമിക്കാനുള്ള അവസ്ഥയിലാക്കി. അത് അല്ലാഹു തആല നൽകിയ വലിയ ഉപകാരമാണ്. അപ്പൊ ജോലിക്ക് വേണ്ടി പകലിനെയും വിശ്രമത്തിന് വേണ്ടി രാത്രിയെയും വെച്ചപ്പോ ഇത് രണ്ടും രണ്ട് രൂപത്തിലാക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിങ്ങൾ പറയുന്ന വാക്ക് ശരിയാണ് എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ മുസ്ലിങ്ങൾ പറയുന്ന വാക്ക്? മുസ്ലിങ്ങൾ പറയുന്നത് ഈ ലോകത്തിന്റെ തുടക്കവും ഒടുക്കവും, ഇതിനൊരു തുടക്കം അള്ളാഹു തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇതിന് ഇനിയൊരു മടക്കവും ഒരു ഒടുക്കവുമുണ്ട് എന്ന് പറയുന്ന ആ വാദം ശരിയാണ് എന്ന് തെളിഞ്ഞു. എങ്ങനെ? രാത്രിയിലും പകലിലും അല്ലാഹു തആല വെച്ച ഈ മാറ്റങ്ങളൊക്കെ രണ്ടും ഒരേ രൂപത്തിലാക്കാത്തത് കൊണ്ട്, ജീവിതോപാധിക്ക് വേണ്ടി പകലും വിശ്രമത്തിന് വേണ്ടി രാത്രിയും വെച്ചപ്പോൾ അതിലുള്ള ആ മാറ്റം കൊണ്ട് മാറി മറിയുന്ന അവസ്ഥകൾ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാം, ഈ ലോകം നിലനിൽക്കുന്ന ലോകമല്ല. നിലനിൽക്കുന്ന ലോകത്തിന് മാറ്റം ഉണ്ടാകൂല. അതാണ് പരലോകം. അവിടെ മാറ്റല്ലല്ലോ. നരകമാണെങ്കിൽ ആ നരകത്തിന്റെ അവസ്ഥ എന്നും അങ്ങനെ തന്നെ. ആറാഫ് ആണെങ്കിൽ ആറാഫിന്റെ അവസ്ഥ എന്നും അങ്ങനെ തന്നെ. സ്വർഗമാണെങ്കിൽ സ്വർഗത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെ.
അതുകൊണ്ട് ആ ഖുർആന് നരകവും സ്വർഗവും ഒക്കെ പറയുമ്പോൾ ഉടനെ പറയും ഖാലിദീന ഫീഹാ അബദ, ഖാലിദീന ഫീഹാ അബദ. അവിടെ ചേഞ്ച് ഇല്ല, അത് വേറൊരു ലോകമാണ്. ഇങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിന് നിലനിൽപ്പില്ല, അപ്പോൾ ഇതിന് അവസാനമുണ്ട്. അതെങ്ങനെ അള്ളാഹു പഠിപ്പിച്ചു? രാത്രിയിലും പകലിലും തന്ന മാറ്റങ്ങളെ കൊണ്ടാണ് അള്ളാഹു തആല പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബ് തആല, ആ അള്ളാഹു തആല മുഖ്താറാണ് എല്ലാ കാര്യങ്ങളിലും. പഴയകാല ബിദഈ കക്ഷികളിൽപ്പെട്ട ഒരുപാട് കക്ഷികൾക്ക് വാദമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയങ്ങളും നിർബന്ധിതനായി ചെയ്യുകയാണ്. ഒരൊറ്റ കാര്യത്തിലും അല്ലാഹു തആല മൂജബും ബിദ്ദാത്ത്, നിർബന്ധിതൻ അല്ല. അല്ലാഹു മുഖ്താറാണ്, വേണ്ടതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നീക്കാനും ഉള്ള കഴിവും ഒഴിവും ഉള്ളവനാണ് അല്ലാഹു തആല. ഇന്നത് ചെയ്തേ പറ്റൂ, ഇങ്ങനെ ചെയ്യണമെന്ന നിർബന്ധം ഒന്നും അല്ലാഹു തആലക്കില്ല. കാരണം അല്ലാഹു തആലാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ ചേഞ്ച് വരുത്തിയത്. വേറെ ആരെങ്കിലും കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ചെയ്യേണ്ടി വന്നതാണോ? അല്ല. അതും ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് വർഷത്തിന്റെയും കണക്കിന്റെയും എണ്ണം മനസ്സിലാക്കാൻ, വർഷങ്ങളുടെ എണ്ണം അത് മനസ്സിലാക്കാൻ ഇവിടെ രാത്രിയും പകലും വേണം. ആളുകൾ ഇങ്ങനെ എണ്ണിക്കണക്കാക്കും. ആ കണക്കിങ്ങനെ സാധാരണ എണ്ണങ്ങളുടെ കണക്ക്, എണ്ണം മനസ്സിലാക്കാനും അങ്ങനെ തന്നെ. ഒറ്റ, 10, 100, 1000 അതാണല്ലോ ഒരു സ്റ്റേജ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിൽ ആവർത്തിച്ച് വരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ അല്ലാഹു തആല രാവും പകലും, അല്ലെങ്കിൽ വയസ്സ് തിരിയില്ല, വർഷം തിരിയില്ല, എത്ര വർഷമായി, വർഷമായി എത്ര കണക്ക് തിരിയണമെന്നതും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ മാറി മറിയുന്നതൊക്കെ രാത്രിയുടെയും പകലിന്റെയും ഈ മാറ്റത്തിന് വിധേയമായിട്ടാണ്. വകുല്ല ശൈഇൻ ഫസ്സൽനാഹു തഫ്സീലാ, എല്ലാ കാര്യങ്ങളും ഈ പരിശുദ്ധ ഖുർആനിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ എല്ലാ ദിവസവും അവർ ഖുർആൻ നോക്കുന്നവരായിരുന്നു. ഖുർആൻ നോക്കാത്ത ഒരു ദിവസം സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. എന്താ കാരണം? അന്നൊരു പുതിയ ഇൽമും കിട്ടിയില്ലല്ലോ എന്നുള്ളത്. ഓരോ ദിവസവും നോക്കുമ്പോൾ ഓരോ ഇൽമു കിട്ടും. ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, നോക്കുന്നത് ഇബാദത്താണല്ലോ, ഓതുന്നൊന്നുമില്ല, നോക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഖുർആൻ മറിച്ചു നോക്കുന്ന, ഖുർആൻ കൊണ്ട് പുതിയ പുതിയ ഇൽമുകൾ നേടിയെടുക്കുന്നവരായിരുന്നു സ്വഹാബത്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ വേണ്ട എല്ലാ ആവശ്യങ്ങളും ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അത്രമാത്രമുള്ള പാഠവും പഠനവും ഉണ്ടെങ്കിൽ നടക്കും, അത്രമാത്രം ഇൽമുണ്ടെങ്കിൽ. ചില മഹത്തുക്കളൊക്കെ എന്ത് വിഷയത്തിനും ഖുർആൻ എടുത്തു മറിച്ചു നോക്കും. ചില പണ്ഡിതന്മാര് പറഞ്ഞു, എന്റെ വടി എവിടെങ്കിലും വീണുപോയാൽ ഞാൻ ഖുർആൻ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും വടി എവിടെ ഉള്ളത്. ഒരു വടി വീണുപോയാൽ അതെങ്ങനെ മനസ്സിലാകുന്നത്? ഖുർആനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഖുർആൻ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഓരോ വിഷയങ്ങൾ കണ്ടെത്തി, ഓരോ വിഷയങ്ങൾ ഗ്രഹിച്ച മഹാനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഒരു വിഷയത്തിന് തെളിവ് കിട്ടാൻ അവരെ ഇൽമു നമ്മൾ പഠിക്കണം, സമ്മതിക്കണം. ബുദ്ധിയുള്ളവരൊക്കെ സമ്മതിക്കണം. അത്ര ബുദ്ധിയുള്ളവർ ഇനി ഏതായാലും ജനിക്കൂല എന്ന് വേറെ വിഷയം. അവരെ ബുദ്ധി നോക്കണം, അവരുടെ ഇൽമിന്റെ ആഴം നോക്കണം. ഒരു വിഷയത്തിന് തെളിവ് കിട്ടാൻ പരിശുദ്ധ ഖുർആന് മിന്നവ്വലി ഇലാ ആഖിരി ഓതിയത് 300 തവണയാണ്. നമ്മുടെ ജീവിതാകെ കുട്ടിയുണ്ടാകും. 300 തവണ ഖത്മു തീർത്തു ഒരു വിഷയത്തിന്റെ തെളിവ് കിട്ടാനാണ്. അപ്പൊ ആ ഖുർആൻ അങ്ങനെ ഓതുമ്പോ മനസ്സതിനോട് അങ്ങനെ പായുകയാണ്. എന്തിന്? ഓരോ ആയത്തിലേക്കും തെളിവുണ്ടോ എന്ന് അവരെ മനസ്സിങ്ങനെ ഖുർആനുമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുക. തെളിവ് കിട്ടിയോ? കിട്ടി. ലോകത്തെ മുസ്ലിങ്ങളുടെ ആധാരങ്ങളിൽ, തെളിവുകളിൽ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇജ്മാഅ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട്
ഇജ്മാ സ്വീകരിക്കണമെന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒക്കെ ഓതി നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇല്ലാന്ന് നിങ്ങൾ പറയണം. ഇജ്മാ സ്വീകരിക്കേണ്ടതില്ല, അതിന് തെളിവില്ല നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഞാനങ്ങനെ പറയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ വന്നു. ആ വരവിന്റെ ഇടക്കാണ് ഈ 300 ഖത്ം. വന്നിട്ട് വെച്ച് തെളിവ് കിട്ടി വെച്ചു. ഓ, തെളിവ് കിട്ടി. ഓതിക്കൊടുത്തു. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്തിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇസ്മായിൽ ഹഖി തങ്ങൾ പറഞ്ഞു, വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. ഖുർആനിൽ വിശദീകരിക്കാത്ത ഒറ്റ വിഷയമില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഖുർആനിൽ നോക്കിയാൽ എല്ലാം തിരിയും എന്നതിന് ഒരു തെളിവ് പറയാണ്. ഒരു പണ്ഡിതൻ ഖുർആനിൽ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അയാൾ കാര്യം ഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വഖഫ അലാ ജമീഇൽ മുഹിമ്മാത്ത്, എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വിഷയങ്ങളും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ സമയം കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു. ആൾക്ക് വിശ്വാസത്തെക്കുറിച്ച് പേവുള്ളാണ്. എന്താ ചോദ്യം എന്നറിയോ? മനസ്സുകൊണ്ടൊരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാള് മനസ്സുകൊണ്ട് പറഞ്ഞു, കാരണം മനസ്സിൽ അതിന്റെ വിശ്വാസം, നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞില്ല, അയാൾ മൂമിനല്ലേ? മുസ്ലിം അയാളെ പറ്റി പറയില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു റസൂലുള്ളാഹ് നാവ് കൊണ്ട് അയാൾ പറഞ്ഞില്ല, അതിന്റെ അർത്ഥവും അത് ഉൾക്കൊള്ളുന്ന ആശയമൊക്കെ മനസ്സുകൊണ്ട് അയാൾ സമ്മതിച്ചു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അയാൾ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. അതെന്തേന്ന് വെച്ചു? അല്ലാഹു തആല ഖുർആനിലൂടെ അങ്ങനെ പഠിപ്പിച്ചത്. ആയത്തുകൾ ഓരോന്നും ഓതിക്കൊടുത്തപ്പോ ഖുർആൻ എന്നല്ലേ ഈ തെളിവ് പറയുന്നത്? ഉത്തരം മുട്ടിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാന്മാരുടെ ഇൽമ്, അവർ ഖുർആനുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല കൊടുക്കുന്ന ഇൽമ്. കുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. ചില പണ്ഡിതന്മാരൊക്കെ രോഗത്തിന് മരുന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്ന അതിന്റെ ആന്തരികാർത്ഥങ്ങളിൽ നിന്നും മരുന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാ മരുന്നും, ഭൗതികമായ മരുന്നും ആത്മീയമായ മരുന്നും, അതെന്തെങ്കിലും കണക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതല്ല, ഇൽമുകൊണ്ട് കിട്ടുന്നതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമുണ്ട്. അപ്പൊ സഹോദരന്മാരെ, എന്തിനാ സ്വഹാബത്ത് ഒരു ദിവസം മുസാഫിലേക്ക് നോക്കാൻ കിട്ടാത്ത ഒരു ദിവസം അവർക്ക് വെറുപ്പാന്ന് പറഞ്ഞത്? ഒന്ന്, നോട്ടം വലിയൊരു ഇബാദത്താണ്. ഓതുന്നില്ല, ഖുർആനിലേക്ക് അങ്ങനെ നോക്കുകയാണ്, വലിയ ഇബാദത്ത്. കണ്ണിന്റെ പ്രകാശവും അതുപോലെ തന്നെ ശരീരത്തിന്റെ ആരോഗ്യവും ആത്മീയതയും നിലനിൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നോട്ടം. ഇബാദത്താണല്ലോ, ആ സെക്കൻഡുകൾ സമയങ്ങളൊക്കെ ഇബാദത്താണ്. എഴുതി വെച്ചൊരു ഖുർആൻ ഇങ്ങനെ ചുമലിൽ എഴുതി വെച്ചു, അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുക. എത്ര വലിയ ഇബാദത്താണ് ആ നോട്ടം. ഈ നോട്ടം ഒരു ദിവസം കിട്ടാതിരുന്നാൽ സ്വഹാബത്തിന് വലിയ മാനസികമായ വിഷമമാണ്. എന്താ അതിന്റെ പിന്നിൽ? വേറൊരു കാര്യം, അവരുദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും തെളിവുകളും ആ നോട്ടത്തിൽ അവർ ഓരോ ദിവസവും ഗ്രഹിക്കലുണ്ട്. അപ്പൊ അതിനൊരു ദിവസം തടസ്സം വന്നാൽ അവർക്ക് വലിയ വിഷമമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഈ തെളിവുകളൊക്കെ പഠിപ്പിച്ച ശേഷം, തെളിവുകളും കാര്യങ്ങളൊക്കെ രാവും പകലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നു. എല്ലാം നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി അല്ലാഹു തആല ഒരുപാട് സംഗതികൾ നമുക്കിവിടെ തന്നു. രാത്രി തന്നു, പകല് തന്നു, ജീവിതമാർഗങ്ങൾ തന്നു, ജീവിക്കേണ്ട വഴികളൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. ഇനി ആ റൂട്ടിൽ നിന്ന് മനുഷ്യന്മാര് വ്യതിചലിച്ചു പോകുമ്പോ, മാറിപ്പോകുമ്പോ, അതൊക്കെ ഒന്ന് കറക്റ്റായി ചോദ്യം ചെയ്ത് അനുസരിച്ചവരെയും അനുസരിക്കാത്തവരെയും രണ്ട് രൂപത്തിൽ വേർപ്പെടുത്തിയെടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു ആവശ്യം ഖാലിഖായ റബ്ബിന് നമ്മളോട്, അല്ലാഹു തആലക്ക് വേണ്ടിയല്ല,
കാരണം നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് എന്താ? ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒരിക്കൽ പോലും റബ്ബ് തആലാക്ക് വഴിപ്പെടാതെ, റബ്ബിനെ വിശ്വസിക്കാതെ 70 കൊല്ലം 80 കൊല്ലം 100 കൊല്ലം ഒരാള് സുഗമമായി ജീവിക്കും. പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല. അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു തആലാക്ക് ഇബാദത്ത് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്കുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ അയാൾ നടത്തിയിരുന്നത് വേറെ വിഷയം. അപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം അയാൾ ആരാണ്? അൽ ആസി, അയാൾ ദോഷിയാണ്. അതേ സമയത്ത് അള്ളാഹുവിൽ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്നു. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹ്യപരമായി, രോഗങ്ങൾ, വിഷമങ്ങൾ, കാര്യങ്ങൾ. ഈ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിസ്കരിക്കും. ഇവിടെ അയാൾക്ക് കാര്യമായിട്ടൊരു സുഖം എന്ന് പറയാൻ ഒരു സുഖം കിട്ടിയിട്ടില്ല, പക്ഷെ അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ റബ്ബിന്റെ ഒരു നീതിയുണ്ട്. എന്താ നീതി? സുഖലോലുപനായി ജീവിച്ച ദോഷിയായ മനുഷ്യനും ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിച്ച മുത്തിആയ അള്ളാഹുവിൽ വിശ്വസിച്ചനുസരിച്ച ഈ മനുഷ്യനും ഈ ലോകത്ത് ഇങ്ങനെയാണെങ്കിലും ഇതിന് ശരിയായ നീതി കൊടുക്കേണ്ട ഒരു ലോകം, ഇവർക്കിടയിൽ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പഠിപ്പിക്കേണ്ട ഒരു ലോകം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാവും പകലും അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബ് ഇനി അതിനെ സംബന്ധിച്ച് നമ്മളെ ഒന്ന് അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് വരുത്തിയിട്ട് അതൊക്കെ ഒന്ന് ചിക്കി ചികഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി അല്ലാഹു തആല റെഡിയാക്കിയിട്ടുണ്ട് എന്നതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന വലിയ വിഷയം. ചുരുക്കി പറയാനേ സമയമുള്ളൂ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, എല്ലാ മനുഷ്യനും അൽസംനാഹു ത്വാഇറഹു, അവന്റെ കർമ്മങ്ങൾ നാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫീ ഉനുഖിഹി, അവന്റെ പെരടിയിൽ, അവന്റെ കർമ്മ മേഖല നാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവന്റെ പെരടിയിൽ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, അവന് നാം പുറത്തെടുത്തു കൊടുക്കും ഖിയാമത്ത് നാളിൽ കിതാബൻ, ഒരു ഏട്, ഒരു രേഖ. എന്തു പറഞ്ഞാലും ശരി, യൽഖാഹു, ആ രേഖയെ ഓരോ മനുഷ്യരും നേർക്കുനേരെ നോക്കിക്കാണും. മൻശൂറാ, തുറക്കപ്പെട്ട ഏടായിട്ട്. ആരുടെ മുന്നിലും അത് പൂട്ടാൻ കഴിയില്ല. തുറന്ന ഒരു പുസ്തകം, ഒരു ഏട്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏട് നമ്മളൊക്കെ ഇനി വായിക്കാനും കാണാനുണ്ട്. എല്ലാരും എല്ലാ മനുഷ്യന്മാരും, അതിലാരും വ്യത്യാസമല്ല. ലോകത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരും, മുഅ്മിനാകട്ടെ, സത്യനിഷേധിയാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ഭരണാധികാരിയാകട്ടെ, പ്രജയാകട്ടെ, സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, എല്ലാ മനുഷ്യന്മാർക്കും അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, അവന്റെ പെരടിയിൽ അവന്റെ ത്വാഇർ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നമ്മളെന്താ അർത്ഥം വെക്കുക? പക്ഷി എന്ന് വെക്കും അല്ലേ? ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി, അതതിന്റെ ഭാഷാർത്ഥമാണ് ത്വാഇർ. ഇവിടെ ത്വാഇറിനെ പിടിച്ച് ശരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അൽസംനാഹു, പിടിവിടാത്ത രൂപത്തിൽ പെരടിയിൽ കിട്ടി. എന്തിനാ പെരടി പറഞ്ഞെന്നൊക്കെ പറയാം. ത്വാഇർ എന്നുള്ളതിന് പൊതുവെ അറബികൾ സാധാരണ കാണുന്ന ഒരു വിവക്ഷയുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനോ പോകുമ്പോ ഒരു പക്ഷിയെ പറത്തിയിട്ട് ആ പക്ഷി, അതിന് പ്രത്യേക പേരൊക്കെ ഉണ്ട്, ആ പക്ഷി വലത്തെ ഭാഗത്തേക്ക് പോയാൽ അത് ശുഭസൂചനയാണ്, ഇടത്തെ ഭാഗത്തേക്കാ പറഞ്ഞെങ്കിൽ അത് ദുസ്സൂചനയാണ്. അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ഇറങ്ങാൻ പറ്റൂല. ഇടത്തെ ഭാഗത്തേക്ക് പറഞ്ഞാൽ, വലത്തെ ഭാഗത്തേക്ക് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാകും, പോകുന്ന വിഷയവും നല്ലതാണ്, അവരിറങ്ങും ചെയ്യും. ഇങ്ങനെ ഒരു സ്വഭാവം പക്ഷിയെ പറത്തിക്കൊണ്ട് അവർക്കുണ്ടായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നന്മയും തിന്മയൊക്കെ അവർ കണക്കാക്കിയിരുന്നത്
ഈ പക്ഷിയെ പറത്തൽ കൊണ്ടായതുകൊണ്ട് ആ പേര് ഈ വിഷയത്തിന് ഇട്ടുകൊടുത്തതാണ്. ശകുനം നോക്കാന്ന് പറയുന്നു. ശകുനം ശരിയാണോ തെറ്റാണോ എന്നുള്ള അന്വേഷണം. അതിന് അടിസ്ഥാനമൊന്നുമില്ല. അത് പഴയകാലത്തെ ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സ്വഭാവമാണ്. എന്തെങ്കിലും ദുസൂചന വന്നാൽ അപ്പോൾ അവർ പറയും ഖാലൂ ത്വാഇറുക്കും മഅക്കും. സൂറത്തിൽ പഠിപ്പിച്ചില്ലേ, ദുശകുനം നിങ്ങളുടെ കൂടെയാണ്. ക്ഷണിക്കാൻ വന്ന പ്രബോധകന്മാരോടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും മഴ ഇല്ലാതിരിക്കെ, അല്ലെങ്കിൽ കാറ്റടിച്ച് വീശേ, അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ രോഗം പടരെ, ബുദ്ധിമുട്ട് വരെ എന്തൊക്കെ ചെയ്താൽ അപ്പോൾ അവർ പറയും ഇത് ഈ മൂസാ നബിയും കൂട്ടരും വന്നിട്ടാണ് എന്ന് പറയും. അങ്ങനെ ഒരാളെ പറ്റിയും പറയരുത്. ഓനെയാണെന്ന് ഇപ്പൊ രാവിലെ തന്നെ കാര്യമായിട്ട് ചായപ്പീടിയിൽ കണ്ടത്. നബിനെ നടന്നാണ് കണ്ടുകൂടായിരുന്നില്ല എല്ലാവരും. ഇല്ല, ഒരാളെ കണ്ടു എന്നുള്ളതൊരു ബുദ്ധിമുട്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന് അങ്ങനെ വല്ല വസ്വാസം തോന്നിയാൽ അവൻ പറയണം മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതിന്റെ പേരിൽ ഒരു മനസ്സിന്റെ ഒരു ദുർബോധനം ഉണ്ടാകാൻ പാടില്ല. ചിലർക്ക് പൂച്ചനെ കാണില്ല, ചിലർക്ക് നായയെ കാണില്ല, വേറെ ചിലർക്ക് കാക്കയെ കാണില്ല. കറുത്ത കാക്കയെ കണ്ടത്, പിന്നെ വെളുത്ത കാക്കയെ കണ്ടത്. അങ്ങനെ ഓരോ ത്വാഇറ്, ഒരു ശകുനം നോക്കുന്ന സ്വഭാവം. അല്ലെങ്കിൽ വകുല്ല ഇൻസാനിൻ അൽസംനാ ത്വാഹിറഹു, ഓരോ മനുഷ്യനും അവനുള്ള വിഹിതം, ഹിതം നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട് അവന്റെ പെരടിയിൽ. അവന് ഉണ്ടായേക്കാവുന്ന നന്മ തിന്മ ഏതുവാകാം, അത് അതിന്റെ അളവനുസരിച്ച് കൃത്യമായിട്ട് അല്ലാഹു തആല നമ്മുടെ പെരടിയിൽ, എന്തിനാ പെരടിയിൽ ബന്ധിപ്പിച്ചതെന്നറിയും, പിന്നെ അത് പോകാതിരിക്കാനാണ്. അത്രയും നല്ല ഉറപ്പില് അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തെല്ലാം അവയവങ്ങളുണ്ട്, കയ്യ് കാല് മൂക്കുന്നല്ലോ, പെരടിയാ പറഞ്ഞു. അങ്ങനെ പെരടിയിൽ കെട്ടുന്നത്, പെരടിയിൽ കഴുത്തിൽ ഇങ്ങനെ തൂക്കുന്നത്, മാല ആഭരണങ്ങളൊക്കെ ഒരു ഭംഗിക്കാണല്ലോ ഒരു പക്ഷേ. അല്ലെങ്കിൽ വേറൊരു കെട്ടുകെട്ടലുണ്ട്, കഴുത്തിൽ കെട്ടൽ. എന്തിനാ? അത് ചെങ്ങലായിട്ടാണ്. ചെങ്ങലയായിട്ടും ഒരു കെട്ട്, അത് ഷർറായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞത്, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഖൈറാത്താണ്, നന്മകളാണെങ്കിൽ പെരടിയിൽ അല്ലാഹു തആല കെട്ടിത്തൂക്കിയിരിക്കുന്നത് നിനക്ക് സീനത്താണ്, ഭംഗിയാണ്. അതല്ല, ചെയ്തു കൂട്ടിയതൊക്കെ ദോഷങ്ങളാണെങ്കിലോ പെരടിയിൽ കെട്ടിക്കൂട്ടിയ ഒരു കുടുക്ക് ചെങ്ങലെ പോലെയാണത്. എല്ലാ മനുഷ്യന്മാർക്കും, നമുക്കൊക്കെയുണ്ട്, ഞാനും നിങ്ങളൊക്കെ, നമുക്കൊക്കെ അല്ലാഹു തആല നമ്മുടെ പെരടിയിൽ അങ്ങനെയൊന്ന് ശരിക്ക് കെട്ടിത്തൂക്കി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തെടുത്ത് കാണുന്നൊരു ദിവസമുണ്ട്. അനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ പുറത്തെടുത്തു കൊടുക്കും ഖിയാമത്ത് നാളിൽ കിതാബൻ, ഒരു രേഖ, ഒരു ഏട്, തുറക്കപ്പെട്ട ഒരു ഏട്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, നിനക്ക് നമ്മളൊരു ഏട്, നിനക്ക് വേണ്ടി ഒരു ഏട് നമ്മളിതാ ശരിക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി നമ്മളൊരു ഏട് തുറന്നു വെച്ചിട്ടുണ്ട്. ആ ഏടിൽ എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന് രണ്ട് മലക്കുകളെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും അവർ നിലകൊള്ളുന്നുണ്ട്. വലത്തുഭാഗത്തുള്ള മലക്കുകൾ നിന്റെ നന്മകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, ഇടതുഭാഗത്തുള്ള ആളോ നിന്റെ തിന്മകൾ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നീ അങ്ങ് മരിച്ചാൽ നിന്റെ ഏടിനെ നാം ചുരുട്ടി വെക്കും, എന്നിട്ടത് നിന്നോടൊപ്പം നിന്റെ ഖബറിലുണ്ടാകും. ഖിയാമത്ത് നാളിൽ നിനക്കത് പുറത്തെടുത്തു തരും, അത് ശരിക്ക് പുറത്തെടുത്തു തരും. കിതാബൻ യൽഖാഹു മൻശൂറാ, അതേ നിവർത്തപ്പെട്ട തുറക്കപ്പെട്ടൊരു കിതാബായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹു തആല അത് കൊടുക്കും. അത് ശരിക്ക് നിവർത്തി വായിക്കാൻ പറയും. ഇതൊരു തഫ്സീറാണ്. ആ പറയുന്ന സമയത്ത് പറയുന്ന വാക്കാണ് ഇഖ്റ കിതാബക്.
നമ്മളോടൊക്കെ നാളെ അങ്ങനെ ഒരു വാക്ക് പറയാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയട്ടെ, നമ്മളോടൊക്കെ ഒരു കൽപ്പന വരാനുണ്ട്. ഇഖ്റ കിതാബക്. ആ കൽപ്പന വരുന്ന സമയത്ത് നല്ല സന്തോഷത്തോടുകൂടെ മുഅ്മിൻ വായിക്കുന്ന ഒരു ചിത്രം ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് ഭയപ്പാടോടെ വിറച്ച് കിതാബ് വായിക്കുന്ന ഒരു രംഗവും വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇഖ്റ കിതാബക്. നിന്റെ എഴുത്ത് നീ തന്നെ വായിക്കുക. ഇത് അല്ലാഹു തആല മലക്കുകളിലൂടെ പറയിപ്പിക്കുന്ന ഒരു വാക്കാണ്. പറയുന്നവൻ അല്ലാഹുവാണ്. മലക്കുകളെ നാവിലൂടെയാ നമുക്കത് കേൾപ്പിക്കുന്നത്. ഈ കിതാബ് എല്ലാവരും വായിക്കോ, എല്ലാവരും വായിക്കും. ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഉമ്മിയൻ കാന ഔ ഗൈറ ഉമ്മിയിൻ. വായന അറിയുന്നവനാകട്ടെ അറിയാത്തവനാകട്ടെ എല്ലാവരും വായിക്കും. വായിക്കാത്തവരൊന്നും ആരുണ്ടാവില്ല, എല്ലാവരും വായിക്കും. വായിക്കാതെ, കിതാബ് വായിക്കാതെ, ഹിസാബില്ലാതെ നേരത്തെ പോകുന്ന ആൾക്കാരുണ്ട്. കിതാബും മീസാനൊന്നും ഇല്ലാതെ നേരത്തെ പോകുന്ന ആൾക്കാരുണ്ട്, VVIPകൾ. അവരിതീന്ന് ഒഴിവാണ്. അവർക്ക് എന്ത് മീസാന്, എന്ത് കിതാബ്? ഇനി അവരോടൊക്കെ ഒരു കിതാബ് ഹിസാബൊക്കെ ഇടാന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് അവർക്കുള്ള ബഹുമാനക്കേടല്ലേ? പിന്നെ നിങ്ങളൊക്കെ ആഖിറത്തിൽ ജീവിതത്തിൽ ചെയ്ത അമലുകളുമായിട്ട് ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാന്മാരാണ് ശുഹദാക്കൾ. അവരെ ശരീരത്തിൽ എത്ര വെട്ടും കുത്തും രക്തവും പൊടിഞ്ഞിട്ടുണ്ടോ അതുമായിട്ട് ഇങ്ങനെ നിൽക്കും. അവരെ കാണുമ്പോ ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ പറയും, ഞാനും ഷഹീദായില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള ദീനിന് വേണ്ടിയുള്ള ഷഹീദാട്ടോ ഈ പറഞ്ഞത്. ആരെങ്കിലും ആള് ഷഹീദാന്ന് പേര് വെച്ച് ഷഹീദല്ല പറഞ്ഞു, ദീനിന് വേണ്ടിയുള്ള ഷഹീദ്. ആഖിറത്തിലുള്ള ശുഹദാ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്, അവരെയല്ല ഞാനിത് പറഞ്ഞു. ഇത് ഷഹീദ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന ബദർ ഉഹദ് പോലത്തെ ശേഷവും കുറെ ഉണ്ട് ശുഹദാക്കൾ. നമ്മളെ നാട്ടിലുണ്ടല്ലോ കുറെ ശുഹദാക്കൾ ഉണ്ടല്ലോ, അങ്ങനെ അല്ലേ? ഇവിടെ താത്തൂർ ശുഹദാക്കൾ, അതുപോലത്തെ ശുഹദാക്കളൊക്കെ പഴയ കാലത്ത്. ഇനി അങ്ങനെ ശുഹദാക്കൾ ഉണ്ടായിക്കൂടാന്നില്ല, അത് വേറെ വിഷയമാണ്. ഉണ്ടാകാം, കാരണം നിയമങ്ങൾ അവസാനിച്ചിട്ടൊന്നുമില്ല. ശുഹദാക്കൾ ഇനി ഉണ്ടാകാം. അപ്പൊ ഇരിക്കട്ടെ, ആ ശുഹദാക്കൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ ബാക്കിയുള്ള മുഅ്മിനീങ്ങളൊക്കെ അവരുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് കൊതിക്കുന്ന, അവരോട് പിന്നെ നിങ്ങൾ പോയി കിതാബ് വാങ്ങിയിട്ടൊന്ന് വായിക്കുന്ന അവരോട് പറയില്ല. അമ്പിയാക്കളൊക്കെ അങ്ങോട്ട് പാലം കയറി കഴിഞ്ഞാൽ അവരെ വേഗം വേഗം ഹിസാബ് എടുക്കാതെ കൊണ്ടുപോകുന്ന VVIPകളായിട്ട് അവരങ്ങനെ കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ ചെറിയ പ്രായമുള്ള ആൾക്കാരുണ്ട്, യുവാക്കളുണ്ട്, പ്രായം കൂടിയവരുണ്ട്, പലരും ഉണ്ട്. ബഹുമാനപ്പെട്ട അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കുറച്ച് പ്രായമുള്ള ഷഹീദ. എനിക്ക് മുടന്തും കാലുകൊണ്ട് ഷഹീദായിട്ട് സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹം പറഞ്ഞ മഹാനാണ്. മക്കൾ നിങ്ങൾ പോകാൻ പാടില്ല, ലൈസ അലൽ അഅമ ഹറജുൻ വലാ അലൽ അറജി ഹറജുൻ എന്നൊക്കെ മക്കൾ ഓതിക്കൊടുത്തിട്ടും അതൊന്നും കേൾക്കാതെ താല്പര്യം കൊണ്ട് മുന്നോട്ട് നീങ്ങിയിട്ട് എന്റെ ഈ മുടന്തുകൊണ്ട് എനിക്ക് ഷഹാദത്തിന്റെ അനുഭവം കിട്ടിയിട്ട് സ്വർഗത്തിലങ്ങ് പോകണമെന്ന് തീരുമാനിച്ചു. ആഹ്ലാദം കൊണ്ട്, സന്തോഷം കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോ പാട്ട് പാടിയപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആയിരുന്നപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ കുറച്ചുകൂടി കാലം ആ സ്വഹാബി ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു സന്തോഷമായിരുന്നു. പൊതുവെ അവർക്കൊരു പതിവുണ്ട്, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും താല്പര്യങ്ങൾ പറയുകയോ നല്ല മധുഹൊക്കെ പാടുമ്പോൾ നബിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇങ്ങനെ ദ്വാരുന്നാൽ ആള് ഷഹീദാകുന്ന അർത്ഥം. അതിലേക്കുള്ളൊരു സൂചനയാണത്. അതാണ് സ്വഹാബത്ത് അങ്ങനെ ചോദിക്കുന്നത്, നബിയെ കുറച്ചുകൂടി കാലം ഞങ്ങളെ കൂടെ ജീവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സുഖം കിട്ടൂലേ. പക്ഷെ ആ സ്വഹാബി ആഗ്രഹിക്കുന്നത് വേറൊരു ലോകമാണ്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 33 വയസ്സുകാരൻ. മഹാനവറുകൾ നാളെ വരുമ്പോ നിങ്ങൾ നോക്ക്, 2 കൈയും ഛേദിക്കപ്പെട്ട രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു ജാഫറൻ യതീറു മഅൽ മലായിക. ജാഫർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു മലക്കുകളെ കൂടെ പറക്കുന്നതായിട്ട് ഞാൻ കണ്ടു സ്വർഗ്ഗത്തില്. ലഹു ജനാഹാനി അഖ്ലറാനി, 2 പച്ച ചിറകുകൾ ആ മഹാനുഭാവൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഷഹാദത്തിന് ശേഷം തങ്ങൾ കണ്ട കാഴ്ച സ്വഹാബത്തിനോട് പറഞ്ഞതാണ്.
അവരൊക്കെ വരുമ്പോ പിന്നെ അവരോടൊരു ഹിസാബ്, ഒരു മീസാന്, ഒരു കിതാബ് അതില്ലാതെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹിസാബില്ലാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർ എണ്ണം പറഞ്ഞപ്പോൾ സ്വഹാബത്തിലെ കൂട്ടത്തിൽ നിന്ന് പലരും പറഞ്ഞില്ലേ, നബിയെ എനിക്കും അതിൽ ദ്വാരക്കണം. അങ്ങനെ തങ്ങൾ ദ്വാരം കൊടുത്തു. അങ്ങനത്തെ വിഭാഗം. അല്ലാത്ത വിഭാഗം ആളുകളോട് അല്ലാഹു തആല പറയും, ഇഖ്റ കിതാബക, നിന്റെ കിതാബ്, നിന്റെ ഏട് നീ വായിക്കുക. ബക്കർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ അവന്റെ ഏട് കൊണ്ടുവരപ്പെടും. ആ ഏടവൻ വായിക്കും. ഏട് വായിക്കുന്നത് കേൾക്കുമ്പോൾ യഗ്ബിതുഹുന്നാസു അലൈഹാ, അതുപോലെ എന്റെ ഏടിൽ നിന്നും എനിക്ക് വായിക്കണമെന്ന് മറ്റുള്ള മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കും, കൊതിക്കും. അതേ സമയത്ത് അവന്റെ തിന്മകൾ ആ ഏടിന്റെ ഉൾഭാഗത്തുണ്ട്. അത് അവൻ വായിക്കും. വായിക്കുമ്പോ അവസാനം ആ മനുഷ്യന്റെ മനസ്സിൽ, പടച്ചവനെ ഞാൻ കുടുങ്ങി, ഈ തിന്മകളൊക്കെ എന്നെ നശിപ്പിക്കുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടാണത് വായിക്കുന്നത്. വായിക്കുമ്പോ അല്ലാഹു തആല പറയും, ഇദ്ഹബ്, നീ പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ, ഫഖദ് ഗഫർതുഹാ ലക, നിനക്ക് ഞാൻ അത് പുറത്തു തന്നിരിക്കുന്നു. വലിയ സന്തോഷം കൊണ്ട് ആ മനുഷ്യൻ സന്തോഷിച്ചുകൊണ്ട് പോകും. ആ മനുഷ്യന്റെ മുഖവും ശരീരം മുഴുവനും പ്രകാശിക്കും. ഇതിനെ സംബന്ധിച്ചാണ് വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ളാഹികത്തുൻ മുസ്തബ്ശിറ. അന്ന് ചില വ്യക്തികളുടെ ശരീരങ്ങൾ, മുഖങ്ങൾ നല്ല വെളിച്ചമുള്ളതായിരിക്കും. സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണാം. അതേ, ആ മുഖങ്ങൾക്കൊരു ഭയപ്പാടുമില്ല, ഒരു പ്രയാസവുമില്ല. സഹോദരങ്ങളെ, ആ കിതാബ് ലഭിക്കുന്നതിന്റെ മുമ്പ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പരലോകത്തിന്റെ ഗൗരവം പഠിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, യുതാബിൽ ഖാലിൽ അദ്ലി യൗമൽ ഖിയാമ, നീതിമാനായ ഒരു ജഡ്ജിയെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. ദുനിയാവിൽ അയാൾ വിധിച്ചത് മുഴുവനും നീതിപരമായിട്ടാണ്. വിചാരണ നേരിടുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കും, ഒരു രണ്ട് ആളുകൾക്കിടയിൽ ഒരു ചെറിയ കാരക്കയുടെ വിഷയത്തിൽ പോലും തീരുമാനം പറയേണ്ടില്ലായിരുന്നു. കാരണം വിചാരണയുടെ കടുപ്പമാണത്. 3 ഘട്ടത്തിൽ മനുഷ്യരെ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു. 3 ഘട്ടമായിട്ട്. അതിൽ ആദ്യത്തെ ഘട്ടം, മനുഷ്യന്മാരെ പ്രദർശിപ്പിക്കുമ്പോൾ മനുഷ്യന്മാർ അള്ളാഹുവിനോട് തർക്കിക്കുക ചെയ്യുക, സംവാദം. രണ്ടാമത്തെ ഘട്ടം കാരണങ്ങൾ പറയുന്ന, ബോധിപ്പിക്കുന്ന ഘട്ടം. 3-ാം ഘട്ടം ശരിക്ക് കിതാബുകൾ നൽകപ്പെടുകയും ആ കിതാബുകൾ വായിക്കാൻ വേണ്ടി വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം. അത് വിശദീകരിച്ച ഹദീസിൽ കാണാം, ഫൽ ജിദാലു ലി അഹ്ലിൽ അഹ്വാ, ഈ തർക്കം അത് താന്തോന്നികൾക്കുള്ളതാണ്. അവർ അള്ളാഹുവിനോട് തർക്കിക്കും. എന്തിനാ തർക്കിക്കുന്നത്? അവരെ മനസ്സിലുണ്ട്, തർക്കിച്ചിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടാ തർക്കിക്കുന്നത്. നീ അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടെന്നല്ല, അള്ളാഹുവിനോട് നേരെ മുന്നിൽ നോക്കിയിട്ട് ഒരു പ്രശ്നമില്ലാതെ തർക്കിക്കും. വിഷയങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറു ഉത്തരം പറയും, ക്രോസ് വിസ്താരം നടത്തും. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയൂല. അവർക്കെതിരെ തെളിവുകൾ നിൽക്കും, പിന്നെ തർക്കവും നിൽക്കും, പിന്നെ തർക്കിക്കേണ്ടി വരും. കാരണം ബോധിപ്പിക്കുന്നത് അമ്പിയാക്കളോട്, അള്ളാഹുവിനോട് കാരണം ബോധിപ്പിക്കും. എന്നിട്ട് ആ കാരണം സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല റബ്ബിനോട് ഈ കാരണം സ്വീകരിക്കാൻ വേണ്ടി അംബിയാഇനോട്, ഔലിയാഇനോട് ശഫാഅത്ത് ചെയ്യും. മുഅ്മിനീങ്ങൾ അവർക്കുണ്ടായ ജീവിതത്തിന്റെ പോരായ്മകളും വിഷയങ്ങളും പറഞ്ഞിട്ട്. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ അഹദുൻ അഹബ്ബ ഇലൈഹിൽ മദ്ഹു മിനല്ലാഹ്, മദ്ഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് അല്ലാഹുവാണ്. പ്രകീർത്തനം ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ അല്ലാഹു തആലയാണ്. വലാ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്, കാരണം പറഞ്ഞാൽ ആ കാരണം ഏറ്റവും കൂടുതൽ നന്നായി ഇഷ്ടപ്പെട്ട് കേൾക്കുന്നതും അതും അല്ലാഹു തആലയാണ്. 3-ാമത്തെ പ്രദർശനം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, വഹുവൽ അർളുൽ അക്ബർ, അതാണ് ഏറ്റവും വലിയ പ്രദർശനം. എന്തിന്?
കിതാബിന്റെ വായനയ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ അങ്ങോട്ട് പ്രദർശിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുഅ്മിനായ മനുഷ്യൻ തെറ്റുകുറ്റങ്ങളൊക്കെ വായിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് വിയർക്കും. എന്തിന്? തെറ്റുകാരനായ മുഅ്മിന് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള ഹയാ കൊണ്ട്, നാണം കൊണ്ട് ഒന്നിങ്ങനെ വിയർക്കും. അവന്റെ ശരീരങ്ങളൊക്കെ വിറച്ച് ഒന്ന് വിയർക്കും. ആ വിയർപ്പിന്റെ തുള്ളികൾ ഇങ്ങനെ തായോട്ട് ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴും. ആ മുഅ്മിനായ മനുഷ്യന്റെ തെറ്റുകാരനായി എങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസവും അവനെ കൊണ്ടുള്ള അമലുകളൊന്നും ചോരാതെ സൂക്ഷിച്ചതുകൊണ്ട് അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കും, അള്ളാഹുവിന്റെ റിള കൊടുക്കും. നോക്ക് നിങ്ങൾ, കിതാബൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കയ്യും നീട്ടി വാങ്ങാൻ ആരും കരുതരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽ കുതുബു കുല്ലുഹാ തഹ്തൽ അർശ്. എല്ലാവർക്കുമുള്ള കിതാബുകൾ അർശിന്റെ ചുവട്ടിലാണ്. ഖിയാമത്ത് നാളിൽ എല്ലാവരും അങ്ങ് വന്നു നിന്നാൽ ബഅസല്ലാഹു റീഹൻ, അല്ലാഹു ഒരു കാറ്റിനയക്കും. ഫതുതയ്യിറുഹാ, ആ കാറ്റ് അർശിന്റെ ചുവട്ടിലുള്ള ഈ കിതാബുകൾ അങ്ങ് പറത്തും. ആ കിതാബുകൾ പറന്നു വന്ന് വീഴും. ബിൽ ഐമാനി വശമാഇൽ. എവിടെ വീഴേണ്ടത്? ഓരോരുത്തരുടെയും കിതാബിന് അറിയാം ഏത് കയ്യിലാ പോയി വീഴേണ്ടത്. അവിടെ വന്ന് വീഴും. വലത്തെ കൈയിൽ, ഇടത്തെ കൈയിൽ, രണ്ടും അല്ലാത്ത കോലത്തിൽ പിൻഭാഗത്തിലൂടെയും കിതാബ് വാങ്ങുന്ന വിഭാഗം. വളരെ കഷ്ടപ്പെട്ട രീതിയിൽ അവിടെ ആ കിതാബ് വന്ന് വീഴും. അത് നമ്മുടെ കിതാബാണെങ്കിലും ഈമാനില്ലാത്ത ആളുകളുടെ കിതാബാണെങ്കിലും ആ കിതാബ് ഇങ്ങനെ വായിക്കാൻ വേണ്ടി പറയുമ്പോ പേജ് ഇങ്ങനെ മറിക്കും. അവ്വലു ഖത്തിൻ ഫിഹാ, അതിലുള്ള ആദ്യ പേജിലെ ആദ്യത്തെ വരി ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഇസ്രാ സൂറത്തിലെ 14-ാമത്തെ സൂക്തമാണ്. അതിലാദ്യം എഴുതി വെച്ചിരിക്കുന്നത് ഇഖ്റ കിതാബക, നിന്റെ ഏട് നീ വായിക്കുക, നിന്റെ രേഖ നീ വായിക്കുക, നിന്റെ കിതാബ് നീ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. കഫാ ബിനഫ്സിക അൽയൗം, ഇന്ന് നിന്റെ ശരീരം തന്നെ മതി. അലൈക ഹസീബാ, നിന്റെ മേൽ വിചാരണ ചെയ്യാൻ. കിതാബ് നൽകപ്പെടുന്ന വിഷയത്തിൽ വല്ലാത്തൊരു രംഗമാണ് ഈ കിതാബ് വായനയും കിതാബ് നൽകപ്പെടുന്ന അവസ്ഥയും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ രംഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. വീട്ടിലിങ്ങനെ മഹ്ശറിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുപോയി. ഏറ്റവും ഭയാനകമായ നരകം, അതൊക്കെ ചിന്തിച്ച് മഹദി അങ്ങനെ കരഞ്ഞു. കരഞ്ഞിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്തേ കരഞ്ഞത്? ഒന്നുമല്ല നബിയേ, കർത്തുന്നാറ ഫബകൈതു, നരകം ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി. സഹോദരങ്ങളെ, ആരാണ് ഈ കരയുന്നത്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. മഹദി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ സ്വർഗത്തിലും എന്റെ ഇണയാണ്, സ്വർഗത്തിലും എന്റെ വധുവാണ് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നു, നരകം ആലോചിച്ച് കരയുന്നു. ഇവിടത്തെ ചെറിയ ചൂടും വേദനയും സഹിക്കാൻ കഴിയാത്ത നമ്മൾ ഭൗതിക ലോകത്തുള്ള അസുഖമുണ്ടായാൽ എത്രയോ ചീറിപ്പാഞ്ഞ് കരയുന്ന നമ്മൾ പരലോകത്തെക്കുറിച്ച് ഇടക്കൊക്കെ ഒന്ന് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. ഒറ്റക്കിരിക്കുമ്പോഴും ഒറ്റക്ക് ചിന്തിക്കുമ്പോഴും ആരാരെയും കൂട്ടാതെയും ഇരിക്കുമ്പോഴും ഓതുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആഖിറത്തെക്കുറിച്ചുള്ളൊരു ചിന്ത ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ നന്നാകാൻ. എന്നിട്ട് മഹദി ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, പിന്നെ ആകെ ഒരു രക്ഷ എന്താണ്? തങ്ങൾ മാത്രമാണ്. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, എന്റെയും നിങ്ങളുടെയും ബന്ധമല്ലല്ലോ ആയിഷ ബീവിക്കുള്ള ബന്ധം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്കുള്ള ബന്ധം പലതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് നബി തങ്ങളോടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വേറിട്ട ബന്ധമുണ്ട്. ലോകത്തൊരൊറ്റ മഹദിക്കും ഇല്ലാത്ത ബന്ധമുണ്ട് ആയിഷ ബീവിക്ക്. എന്താണ് ആ ബന്ധം?
ആ മഹദിയുടെ കൂടെ കിടക്കുമ്പോഴാണ്, ഏതെങ്കിലും ഒരു ഭാര്യയുടെ കൂടെ നബിതങ്ങൾ കിടക്കുമ്പോൾ വഹി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കുമ്പോഴാണ്. വേറെയും തങ്ങൾക്ക് പത്നിമാരുണ്ട്, അവരുടെ വീട്ടിലോ അവരുടെ കൂടെ കഴിയുമ്പോഴോ വഹി ഇറങ്ങിയിട്ടില്ല. പള്ളിയിൽ വെച്ച് വഹി ഇറങ്ങിയിട്ടുണ്ട്, യുദ്ധസ്ഥലങ്ങളിൽ വഹി ഇറങ്ങിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങളിൽ വളരെ വലിയൊരു മഹത്വമാണത്. ജീവിതത്തിന്റെ അവസാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയുമാണ് ഒരുമിച്ച് കൂടിയത്. അവർ ഒരുമിച്ച് കൂടി. മഹദിയുടെ മടിയിൽ തലവെച്ച് തങ്ങളിങ്ങനെ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ സഹോദരൻ അതിലൂടെ അങ്ങനെ പോയി, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ആ സഹോദരന്റെ കയ്യിൽ ഒരു അറാക്ക് കണ്ടപ്പോ നബി തങ്ങൾ ആ അറാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി തങ്ങൾക്ക് അറാക്ക് വേണം തോന്നുന്നുണ്ട്. ഞാൻ അറാക്കിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ചോദിച്ചു, നബി അറാക്ക് വേണമെന്ന് വെച്ചു. അപ്പൊ തങ്ങളിങ്ങനെ തലയനക്കി. ഞാൻ ആ അറാക്ക് വാങ്ങി എന്റെ പല്ലിൽ വെച്ച് എന്റെ ഉമിനീര് ചേർത്ത് ഞാനതൊന്ന് നനച്ചിട്ട് ഞാൻ തങ്ങൾക്ക് അങ്ങനെ തേച്ചു കൊടുത്തു. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനം യോജിച്ചത്. വേറെ ഒരാൾക്കും ഈ ഭാഗ്യം അല്ലാഹു നൽകിയിട്ടില്ല. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പിടിവള്ളി ഈ നരകം ആലോചിച്ചപ്പോൾ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. നമുക്കൊക്കെ അതേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ആകെ ഒരു പിടിവള്ളിയായിട്ട്, ഒരു വസീലയായിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിലേക്കുള്ള വസീല. അതുകൊണ്ടാണ് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വ ഇന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നൽ അക്റമീനൽ ലതായിബി വകുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. ഓ നബിയേ, മുർസലീങ്ങളിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത വസീല തങ്ങളാണ്. തങ്ങളെക്കാൾ അല്ലാഹുവിലേക്ക് വസീല അടുത്ത ഒറ്റ കുട്ടിയുമില്ല. അതുകൊണ്ട് മുന്നിട്ട് വരാത്ത ദിവസം എനിക്ക് തങ്ങൾ ശഫാഅത്ത് ചെയ്യണം എന്ന് സ്വഹാബിയായ സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കുടുംബത്തെ തങ്ങൾ ഓർക്കുമോ നബിയെ? നരകം ഓർത്തപ്പോ എനിക്ക് പേടിയായിട്ട് ഞാൻ കരഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ തങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അതുകൊണ്ട് ആ സ്വഹാബത്ത് പലരും നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നാളെ ഞാൻ ആഖിറത്തിൽ എവിടെയാ തങ്ങളെ നോക്കേണ്ടത്? 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ആഖിറത്തിൽ വന്നാൽ എവിടെയാ തെരയേണ്ടത്? അനസേ, എന്നെ നീ തെരഞ്ഞു ഒരുപക്ഷെ ഞാൻ ഹൗലിന്റെ അടുത്തുണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിലോ ഞാൻ ജനങ്ങൾ കിതാബ് വായിക്കുന്നിടത്തുണ്ടാകും. അവിടെയും കണ്ടില്ലെങ്കിലോ ഞാൻ സിറാത്തിന്റെ ഭാഗത്തുണ്ടാകും. വേറെ എവിടെയും പോയി എന്നെ തെരയേണ്ടതില്ല. ആഖിറത്തെ പറ്റി ചിന്തിച്ചിട്ടാണ് മഹാന്മാരുടെ ഈ ചോദ്യം. നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ എന്നും ഓതണം, ഇഖ്റ കിതാബക്. ഇവിടെ ഒരുപാട് എഴുതി കൂട്ടുന്ന ആളുകളുണ്ട്, മെസ്സേജ് എഴുതുന്നവരുണ്ട്, ഇരിക്കട്ടെ പറ്റാത്തതും പറ്റുന്നതുമൊക്കെ എഴുതുന്നവരുണ്ട്, അവനവന്റെ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും എഴുതുന്നവരുണ്ട്, ദിനേനെ കളിയാക്കി പരിഹസിച്ച് എഴുതി വിടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ദീനിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഉലമാഇനെ കളിയാക്കി എഴുതുന്നവരുണ്ട്, സാധാരണക്കാരെ കളിയാക്കി എഴുതുന്നവരുണ്ട്, പലതിനോടും ഉപമിച്ച് എഴുതുന്നവരുണ്ട്. ആ എഴുത്തൊക്കെ വായിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇഖ്റ കിതാബക്. അതിന് മറ്റൊരു തഫ്സീറുണ്ട്, ഞാനത് പറയുമ്പോൾ വിശദമായി പറയാം. നീ എഴുതിയത് നീ വായിക്കൂ എന്നൊരു തഫ്സീറുണ്ട്. ഇഖ്റ കിതാബക്, നീ എഴുതിയത് നീ വായിക്കൂ. എവിടെ വെച്ച് എഴുതിയത് എന്നും ആ തഫ്സീറിൽ പറയുന്നുണ്ട്. ഭൗതിക ലോകത്ത് നടന്ന എഴുതിയ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ എഴുതുന്നൊരു ദിനം വരാനുണ്ട്. എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. പലരും അത് എഴുതി കഴിഞ്ഞു. ഇഖ്റ കിതാബക്, നിന്റെ ഏട് നീ വായിക്കൂ എന്ന് ചോദിക്കുന്ന നേരം പേടിയുള്ള നേരമാണ്. കുടുംബത്തെ ഓർക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഫീ സലാത്തത്തി മവാത്തിൻ ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല. എന്നോട് കൂടുതൽ ബന്ധമുള്ളവരാണ് മഹദി നിങ്ങൾ, നിങ്ങളെ ഞാനും ഓർക്കുകയില്ല. ഇന്ദൽ മീസാൻ, ഒരു ഘട്ടം മീസാൻ വരുമ്പോഴാണ്.
മനുഷ്യന്റെ അമലുകൾ തൂക്കുന്നൊരു ഘട്ടം. മീസാന് കനം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് തിരിച്ചറിയാതെ മറ്റൊരാളെ ഓർക്കൂല. അടുത്ത് നിൽക്കുന്നത് ബാപ്പയാണെങ്കിലും ബാപ്പയെ മകൻ തിരിച്ചറിയൂല, മകനെ ബാപ്പയും തിരിച്ചറിയൂല, ഉസ്താദ് ശിഷ്യനെയും ശിഷ്യൻ ഉസ്താദിനെയും. ഇവിടെ ചോദിക്കുന്നത് ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീസാനിന്റെ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ടോ? ഇല്ല. ആ മീസാനിന്റെ തൂക്കങ്ങൾ കുറവുകൾ എങ്ങനെയെന്ന് തിരിച്ചറിയണം. രണ്ടാമത്തത് ഏടുകൾ പാറിപ്പറന്ന് വരുന്ന സമയം ഏത് കൈകളിലാണത് വന്നു വീഴുന്നത്? വലത്തെ കൈയിലാണോ വീഴുന്നത്? അംഫി ഷിമാലിഹി ഇടത്തെ കൈയിലാണോ? അല്ലെങ്കിൽ പിൻഭാഗത്തിലൂടെ കിതാബ് വാങ്ങേണ്ട ഏറ്റവും കഷ്ടപ്പെട്ട അവസ്ഥയിലാണോ എന്ന് തിരിച്ചറിയുന്നത് വരെ അവിടെയും ഓർക്കൂല. മൂന്നാമത് സിറാത്ത് വിട്ട് കിടക്കുമ്പോ ജഹന്നമിന്റെ നടുവിൽ കൊണ്ടുവന്നു വെച്ച സിറാത്തിന്റെ മുകളിലൂടെ കേറിക്കഴിഞ്ഞ് ഹത്താ യുജാവിസ അക്കരെ എത്തുന്നത് വരെ ആരെയും ഓർക്കൂല. അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സൊക്കെ തുറന്ന് ഒരു 1-ാം നമ്പർ ഹംദൊക്കെ ചൊല്ലി സന്തോഷത്തോടെ പലരെയും ഇങ്ങനെ ഓർക്കും. ഓർക്കാൻ അല്ലാഹു തആല തോന്നിപ്പിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഓർക്കും. അവരെല്ലേ കാര്യമായിട്ട് ഓർക്കേണ്ടിയുള്ളൂ, അല്ലാത്തവരെന്തിനാ ഓർക്കുന്നത്? ഇവിടെ ഓർക്കണ്ട, എവിടെ ഓർക്കേണ്ട ആവശ്യമില്ല. ആ കിതാബ് വായിക്കാൻ പറയുന്ന ഘട്ടം അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. വല്ലാത്തൊരു ഘട്ടമാണ് കിതാബ് വായനയുടെ ഘട്ടം. എത്ര നമ്മൾ ഒളിപ്പിച്ചു വെച്ചാലും എത്ര നമ്മൾ രഹസ്യമാക്കി വെച്ചാലും അതൊക്കെ എഴുതപ്പെട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എന്തൊരു വിഷമമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഒരു കുറ്റപത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലിയ തെറ്റ് ചെയ്ത പ്രതിയാണെങ്കിലും ചെറിയ മാനുഷിക സ്വഭാവത്തിന്റെ 1% ഒരു കുത്ത് അയാളെ കൽബിലുണ്ടെങ്കിൽ അയാൾക്കൊരു വിഷമ. സംഗതി ചെയ്ത കുറ്റം വലുതാണെങ്കിലും ഇവിടെ വായിക്കും. എത്രയോ ആളുകളെ കൊന്ന് കുറ്റപത്രം വായിച്ച് 20 വർഷം തടവിലായി ശിക്ഷിച്ചു ഒരാളെ. കുറ്റപത്രം വായന കേട്ടപ്പോ എന്തുണ്ടായി? അയാൾ ബോധം കെട്ടു വീണോയി. അപ്പൊ എന്തെങ്കിലും മരുന്നൊഴിച്ച് ബോധം കിട്ടാനില്ല. ചിലരൊക്കെ വിയർത്ത് ആകെ വെള്ളമൊക്കെ വറ്റിയിട്ട് വെള്ളം വേണം കുടിക്കാൻ ആംഗ്യം കാണിക്കും, പറയാൻ ശബ്ദം പൊങ്ങൂല. എന്നാ പാരത്രിക ലോകത്തുള്ള കിതാബ് വായന അത് മറച്ചു വെക്കാൻ കഴിയൂലല്ലോ. അത് വല്ലാതെ കടുപ്പുള്ളതല്ലേ. ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി കിതാബ് വലത്തെ കൈയിൽ നൽകപ്പെടുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തങ്ങൾ ആ സംഭവം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങളത് പറഞ്ഞിട്ട് പറഞ്ഞു വലഹു ശുആഉൻ കശുആഇ സംസ്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ കിതാബ് നൽകപ്പെടുമ്പോൾ സൂര്യന്റെ കിരണങ്ങൾ പോലെ ഉമർ തങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട് അവിടുത്തെ ശരീരം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബി ഐന യകൂനു അബൂബക്കറിൻ യാ റസൂലല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയായിരിക്കും നബിയെ? ഉമർ റളിയല്ലാഹു അൻഹു ആണ് കിതാബ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? വിധങ്ങളെ മറുപടി ഹൈഹാത്ത സഫത്തുൽ മലായികതു ഇലൽ ജിനാൻ. മലക്കുകൾ പുതുമാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മലക്കുകൾ കൂട്ടം കൂടി സ്വർഗത്തിലേക്ക് അങ്ങാനയിച്ചു. സുബ്ഹാനല്ലാഹ്, സന്തോഷത്തോടെ കൊണ്ടുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിതാബ് നൽകപ്പെടുന്നു. ദുനിയാവിലെ വിചാരണ തന്നെ എത്ര കടുപ്പമേറിയതാണ്. ദുനിയാവിലെ വിചാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ കോടതിയല്ല. ഒരു വിചാരണയുണ്ടല്ലോ, ചെറിയ തരത്തിലാണെങ്കിലും കടുപ്പമേറിയത് ഖബറിൽ. എത്രയാണ് അതിന്റെ കടുപ്പം. ഈസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ കണ്ടു. ആ ഖബറിലേക്ക് പതുക്കെ മഹാനവറുകൾ കാലുകൊണ്ടൊന്നും ഇങ്ങനെ തട്ടിയിട്ട് വിളിച്ചു, യാ സ്വാഹിബൽ ഖബർ, ഖബറാളിയൊന്ന് എഴുന്നേൽക്കൂ അല്ലാഹുവിന്റെ സമ്മതപ്രകാരം. ഒരു മനുഷ്യനങ്ങ് എഴുന്നേറ്റ് വന്നു. യാ റൂഹല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹെന്ന് വിളിക്കപ്പെടുന്ന നേതാവേ, എന്തേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ വലിയ ബേജാറിലാണ്. അതേ, കൊല്ലങ്ങൾ കുറെ ആയി
ഞാൻ 70 കൊല്ലമായി ഒരു വിഷയത്തിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 70 കൊല്ലമായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാനിങ്ങനെ വിയർത്ത് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് വന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഖിയാമത്ത് നാളായി നിന്നിട്ട് വേണം പൊന്തി വന്നത്. വിളി കേട്ടപ്പോ എനിക്ക് സന്തോഷം, എനിക്കിങ്ങനെ ബേജാർ ഒന്നുകൂടി കൂടി. ഖിയാമത്ത് നാളായോ, എണീക്കാനാണല്ലോ പറഞ്ഞത്. പിന്നെ ഞാൻ എണീറ്റപ്പോ പറഞ്ഞു, അള്ളാഹുവിന്റെ റൂഹ് എന്ന് വിളിക്കപ്പെടുന്ന റൂഹുല്ലാഹി ഈസാ നബിക്ക് ഉത്തരം ചെയ്യാൻ എണീക്കുമെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ ധാരാളം ദോഷം ചെയ്തിരുന്ന ആളായിരുന്നു, 70 കൊല്ലമായിട്ട് വിചാരണ നേരിടാൻ എന്റെ നിങ്ങൾക്ക് പണിയെന്ന് വെച്ചു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വിറക് വെട്ടി തലയിലേറ്റി കൊണ്ടുപോയി അത് വിറ്റിട്ട് ഹലാലായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. കാട്ടിൽ നിന്ന് വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയത് ഹലാലായ സ്വത്ത് കൊണ്ട് ഞാനും എൻ്റെ കുടുംബമൊക്കെ ജീവിച്ച് അങ്ങനെ പോരുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ആക്കുലു ഹലാലൻ വാത്ത സ്വദഖു, ഞാൻ ഹലാല് ഭക്ഷിക്കും സ്വദഖയും ചെയ്യും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഹത്താബൻ യഹ്മിലുൽ ഹത്ബ അലാ റഅസിഹി യഅകുലു ഹലാലൻ വയതസദ്ദഖു. ഇങ്ങനെ ഹലാലായ നിലക്ക് ഭക്ഷണം കഴിച്ച് ജീവിച്ച് സ്വദഖ ചെയ്തിട്ട് ഇപ്പോഴും 70 കൊല്ലമായിട്ട് ഹിസാബോ? ഇതെന്ത് ഹിസാബാണ്? നിങ്ങൾ ഹലാലായ നിലക്കല്ലേ ജീവിച്ചത്, പിന്നെന്ത് ഹിസാബാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റൂഹല്ലാഹ്, ഈസാ നബിയെ, എന്റെ റബ്ബ് എന്നോട് നടത്തിയ ഒരു ഗൗരവ സ്വഭാവമുണ്ട്. അള്ളാഹു എന്നോട് പറഞ്ഞു, അല്ല, എന്റെ അടിമ നിന്നെ കൂലിക്ക് വിളിച്ചല്ലോ ഒരു കെട്ട് വിറക് ചുമക്കാൻ വേണ്ടി. എന്നിട്ട് നീ കൂലിക്ക് പോയി, കൂലി പൈസ വാങ്ങാൻ ഒരു കെട്ട് വിറക് കയറ്റിയിട്ട് പോയി. അതിൽ നിന്നൊരു കൊള്ളി നീ എടുത്തു. ഫതഖല്ലൽത ബിഹി, ആ കൊള്ളി കൊണ്ട് നീ ഒന്ന് തിക്കകറ്റി പല്ലിൽ കുത്തി. എന്നിട്ട് നിസാരപ്പെടുത്തി നീ അതങ്ങ് വലിച്ചെറിഞ്ഞു. വഅൻത തഅലമു അന്നീ അനല്ലാഹുൽ മുത്തലിഉ അലൈക വഅറാക. നീ മനസ്സിലാക്കിയിട്ടില്ലേ ഞാനത് കാണുന്നുണ്ട്. ആ കൊള്ളി നിനക്ക് അവകാശപ്പെട്ടതല്ല, നിസ്സാരമായി അവഗണിച്ച് നീ തള്ളേണ്ടതുമല്ല. കൊണ്ടുവന്ന വിറകിന്റെ ആ കെട്ടിന്റെ കൂടെയുള്ള കൊള്ളിയാണത്. എന്തിനാ നീ അത് വലിച്ചെറിഞ്ഞു എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഞാൻ എന്ത് പറയുമെന്നാണ് 70 കൊല്ലമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെറിയ ഒരു വിഷയം നിങ്ങൾ നോക്ക്, ലാഘവത്തോടെ സർവ്വസാധാരണയായി ഉണ്ടാകുന്നൊരു വിഷയം. അള്ളാഹുവിന്റെ വീക്ഷണം എത്ര വലുതാണ് സഹോദരങ്ങളെ. ആ കിതാബ് ഇഖ്റ കിതാബക് എന്ന് പറയാൻ നമ്മളോടൊക്കെ നമ്മുടെ കിതാബ് എഴുതിക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദിവസം ചോദിച്ചു, നബിയേ, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബ്റഹു. ഒരു മനുഷ്യൻ മരിച്ച് ഖബറിലെത്തിയാൽ ആദ്യം നേരിടുന്ന അവസ്ഥ എന്താണ്? മരിച്ച ആള് ഖബറിലെത്തിയാൽ ആദ്യം അഭിമുഖീകരിക്കുന്ന കാര്യം എന്താണ്? തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, മാ സഅലനി അൻഹു അഹദുൻ ഇല്ലാ അൻത. ഇബ്നു മസ്ഊദേ, ഇതിനെപ്പറ്റി നിങ്ങളല്ലാതെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. ഫഅവ്വലു മാ യുനാദിഹി, ആ മരിച്ച മനുഷ്യനെ ആദ്യം വന്ന് വിളിക്കുന്ന മലക്ക് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന് പറയുന്ന ഒരു മലക്ക് വരും. യജൂസു ഖിലാലൽ മഖാബിർ, ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ വന്ന് ഖബറാളികളെ, പുതിയ ആളുകളെ ഖബർ ചെയ്തു വെച്ച് ആളുകൾ പോകുമ്പോഴേക്ക് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ച് മുന്നിൽ വരും. വന്നിട്ട് പറയും, യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക്, ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്ത അമലുകളൊക്കെ ഒന്ന് എഴുതുന്ന് പറയും. ഖബറാളിയുടെ അടുത്ത് വന്നിട്ട് എഴുതാൻ വേണ്ടി പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം, നിന്റെ അമലൊക്കെ നീ ഒന്ന് എഴുത്. അപ്പൊ ആ മനുഷ്യൻ പറയും, പടച്ചോനെ, എഴുതാനല്ലേ പറയുന്നത്, പേനല്ല, പേജുമില്ല, മഷിയില്ല, ഞാൻ എങ്ങനെ എഴുതാനാണ്? മലക്ക് പറയും, പേടിക്കണ്ട, കഫനുക ഖിർതാസു, നിന്റെ കഫമ്പുടയിൽ നിന്നൊരു കഷ്ണം അത് മുറിച്ചെടുത്തോ, അതാണിപ്പോ നിന്റെ കടലാസ്. വമിദാദുക റീഖുക, വായിലുള്ള ഉമിനീര് മഷിയാക്കിയിട്ട്, വഖലമുക ഇസ്ബഉക, നിന്റെ വിരല് പേനയാക്കിയിട്ട് നീ അങ്ങ് എഴുതിക്കും. എന്നിട്ടൊരു കഷ്ണം കൊണ്ട് മുറിച്ചു കൊടുക്കും. ആ അടിമ അങ്ങനെ എഴുതാൻ തുടങ്ങും. വൈൻകാന ഗൈറ കാത്തിബിൻ ഫിദ്ദുനിയ,
ദുനിയാവിൽ കാത്തിബല്ലാത്ത ആളാണെങ്കിലും എഴുതാൻ അറിയാത്ത ആളാണെങ്കിലും അവിടെ എഴുതും. അവിടെ എഴുതാൻ ഇവിടുത്തെ സാക്ഷരത പാസ്സാകണമെന്നില്ല, അവിടെ എഴുതും. ശരിക്കങ്ങോട്ട് എഴുതിയിട്ട് എല്ലാ വിഷയങ്ങളും ചെയ്ത നന്മകളും തിന്മകളൊക്കെ ഓർമ്മ വരും. കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസത്തിൽ സംഭവിച്ചതുപോലെ ഓർമ്മ വരും. അല്ലാഹു തആല നമുക്ക് എളുപ്പം തരട്ടെ. അവിടെ എഴുതി വെക്കുകയാണ്. ഇപ്പൊ ആരാ എഴുതുന്നത്? നമ്മൾ തന്നെയാണ് എഴുതുന്നത്. നാം തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ അവിടെ എഴുതുന്നത്. എഴുതി കഴിഞ്ഞാൽ ആ മലക്ക് ആ കഷ്ണം അങ്ങ് ചുരുട്ടും. ചുരുട്ടിയിട്ട് പെരടിയിലതങ്ങ് വലിച്ചു കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാണ് അല്ലാഹു തആല പറഞ്ഞ വാക്കിന്റെ വിവക്ഷ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി. ഓരോ മനുഷ്യനും അവന്റെ കർമ്മങ്ങൾ നമ്മൾ അവന്റെ പെരടിയിൽ ബന്ധിപ്പിക്കും, പിടിച്ച് തൂക്കിവെക്കും. അതേ, ഈ പണി കഴിഞ്ഞാൽ, ഈ കെട്ടങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണത്തിനുള്ള 2 മലക്കുകൾ വരും, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പോൾ എഴുതുന്നത് നന്നാക്കണം, അല്ലെങ്കിൽ അതേ എഴുത്ത് അവിടെയും എഴുതേണ്ടി വരും. ഇപ്പോഴൊക്കെ ഓരോരുത്തർക്ക് തുറന്ന് എഴുതുന്നത് എഴുത്ത് സുബ്ഹാനല്ലാഹ്, അയ്യും കടക്കൂല. ഒരു ദിവസം വാർത്ത കണ്ടു നോക്കിയപ്പോ, വാർത്ത കേട്ടു മൊബൈലിൽ, വാർത്ത കേട്ടപ്പോൾ അതിന്റെ താഴെ ഓരോരുത്തർ അഭിപ്രായം എഴുതുന്നത്, മുസ്ലിം പേരുള്ള ആളുകൾ എഴുതി വിടുന്ന അഭിപ്രായങ്ങൾ എത്രമാത്രം പരിഹാസ്യമാണ്. അല്ലാത്തവരോട് പോട്ടെ എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അതിലെത്ര തെറിയഭിഷേകങ്ങളാ ഉള്ളത്. എഴുതി വിടുന്ന മെസ്സേജുകൾ, കാര്യങ്ങൾ ഒരു കണക്കുമില്ലാതെ. അപ്പൊ നീ എഴുതിയ നിന്റെ എഴുത്ത് വായിക്കേണ്ട ഒരു സന്ദർഭം വരാനുണ്ട് എന്നുള്ള ശരിക്കുള്ള ബോധ്യം, ശരിക്കുള്ള ഓർമ്മ വേണം. ചുരുട്ടിയ എഴുത്ത് നിവർത്തപ്പെടുന്ന ഒരു ദിവസം. ആ കഴുത്തിൽ കെട്ടിയത് നിന്റെ കയ്യിലേക്ക് തന്നെ പാറി വരും. എന്നിട്ട് വായിക്കാൻ വേണ്ടി പറയുമ്പോ സധൈര്യം വായിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒന്ന് ആലോചിക്കണം, ഒന്ന് ചിന്തിക്കണം. കിതാബുകൾ ഇങ്ങനെ ഇതാ തത്വായറത്തിൽ കുത്തുബ് കിതാബുകൾ പാറിപ്പറന്നു വന്നാൽ മീസാനുകൾ ഒരു ഭാഗത്ത് ശരിക്ക് നാട്ടിവെച്ചു, നിർത്തിവെച്ചു. ഈ വായന കഴിഞ്ഞിട്ട് വേണം തുലാസിൽ കൊണ്ടുപോയി ഒന്ന് തൂക്കാൻ. നിന്റെ പേരതാ ജനങ്ങൾക്കിടയിൽ വെച്ച് വിളിക്കപ്പെട്ടു. എന്താണോ നിന്റെ പേര് വിളിച്ചു. നീ പെട്ടെന്ന് കിതാബ് വായിക്കാൻ വേണ്ടി വരുന്നു. മലക്കുകളതാ നിന്നെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഫഖറബതുക ഇലല്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് മലക്കുകൾ നിന്നെ അടുപ്പിച്ചു വെക്കുന്നു. ഒരാൾക്കും ഒരു പേരും സ്വന്തം ഉപ്പാന്റെ പേരും തിരിച്ചറിയാതെ പോകുന്നില്ല. വിളിച്ചത് നിന്നെയാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഖുർത്തുബി ഇമാം തങ്ങൾ പറയാണ്, നിന്റെ ഖൽബിൽ വല്ലാത്ത ഒരു വിളി വരും, ബേജാറ് കൊണ്ടൊരു ഉൾവിളി വരും. നിന്നെയാണ് വിളിച്ചത് എന്ന് ശരിക്കും നിനക്ക് മനസ്സിലാകും. നിന്നെയാണ് എന്ന് നീ അങ്ങ് തിരിച്ചറിയുമ്പോ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വിറവർക്കാൻ തുടങ്ങും. നിന്റെ അവയവങ്ങളൊക്കെ അതാ പെട്ടെന്ന് പെടക്കുന്നു. നിന്റെ നിറം മാറുന്നു. നിന്റെ ഖൽബ് പാറിപ്പറക്കുന്ന രൂപത്തില് ബേജാറ് തോന്നുന്നു. പരലോകത്ത് നിൽക്കുന്ന സൊഫുകൾ, അണിയണികൾ മുറിച്ചു കടന്ന് നീ അങ്ങ് ചെല്ലുന്നു. റബ്ബിന്റെ സവിധത്തിലേക്ക് നിന്റെ കാര്യങ്ങളൊക്കെ വെളിവാക്കാൻ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. വഖദ് റഫഅൽ ഖലായിഖു ഇലൈക അബ്സാറഹും, എല്ലാ സൃഷ്ടികളും അവരുടെ ദൃഷ്ടികൾ നിന്നിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഒരാളുടെ വായന എല്ലാവരും കേൾക്കുന്ന ദിവസം. സഹോദരങ്ങളെ, എന്റെ വായന എന്റെ കുടുംബക്കാര് മാത്രമല്ല, എന്റെ കൂട്ടുകാര് മാത്രമല്ല, എന്റെ സഹപാഠികൾ മാത്രമല്ല,
കാണാത്തവരും കണ്ടവരും നമ്മൾ കാണാത്തവരും ഇനി ശേഷം വരുന്നവരും മുൻകാലത്ത് കഴിഞ്ഞവരും എല്ലാവരും കണ്ണുകളെ ഉയർത്തുന്നു ആ മനുഷ്യനിലേക്ക്. ഖുർത്തുബിമാമ നിങ്ങൾ പറയാണ്, എല്ലാവരും നിന്നെ തുറിച്ചു നോക്കുന്നൊരു രംഗം. വഅന്ത ഫീ ഐദീഹിം, നീ അവരുടെ എല്ലാവരുടെയും മുന്നിലാണ്. സുബ്ഹാനല്ലാഹ്, പേടി കൊണ്ട് നിന്റെ ഖൽബ് വിറവിറക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ നീ ഒന്ന് ആലോചിക്കണം, റബ്ബിന്റെ മുന്നിൽ അതാണ്. ഫീ യദിക സ്വഹീഫ, നിന്റെ കയ്യിൽ ഒരു ഏടെത്തിയിട്ടുണ്ട്. മുഖ്ബിറത്തും ബിഅമലിക, നിന്റെ കർമ്മങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഏട്. ആ ഏടിൽ എല്ലാ വിഷയങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാ തുഗാദിറു ബലിയതൻ കതംതഹാ, നീ മറച്ചു വെച്ച ഒരു വിഷയവും വിട്ടുപോയിട്ടില്ല. വലാ മുഖബ്ബതൻ അസ്റർതഹാ, രഹസ്യമാക്കി ഒളിപ്പിച്ചു വെച്ച ഒരു വിഷയവും ഒഴിവാക്കിയിട്ടില്ല. നീ അതിലുള്ളത് മുഴുവനും വായിക്കുന്നു. വളരെ വിനയാന്വിതനായ നാവുകൊണ്ട്, ഊക്കൊന്നും കാണിക്കുന്നില്ല. വഖൽബിൻ മുൻകസിരിൻ, തകർന്ന ഹൃദയത്തോടെ നീ വായിക്കുകയാണ്. ഭീകര രംഗങ്ങൾ നിന്നെ തുറിച്ചു നോക്കുകയാണ്, നിന്റെ മുന്നിലും പിന്നിലും. എത്ര വിഷയങ്ങളാണ് നീ മറന്നുപോയിരുന്നത്, പക്ഷേ അള്ളാഹു നിനക്കത് ഓർമ്മിപ്പിച്ചു തന്നു. ഏട് മറിക്കുമ്പോ നിനക്ക് ഓർമ്മ വരുന്നു. എത്ര വിഷയങ്ങളാണ് നീ രഹസ്യമാക്കി വെച്ചിരുന്നത്, ഈ കിതാബ് നിന്നിലേക്കത് വെളിവാക്കിയത് പരസ്യപ്പെടുത്തി തന്നു. ചില അമലുകളൊക്കെ നീ രക്ഷപ്പെടുമെന്ന് കരുതി നീ ചെയ്തതുണ്ട്. ഫറുദ്ദഹു അലൈക്, ആ അമല് പ്രതീക്ഷയില്ലാത്ത വിധം നിന്നിലേക്ക് മടക്കി. ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രതീക്ഷയോടെ ചെയ്ത, ഇഖ്ലാസോടുകൂടെ ചെയ്ത അമല് നിന്നിലേക്ക് തിരിച്ചു വലിച്ചെറിഞ്ഞു. നീ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് നീ ശരിക്ക് സ്വായത്തമാക്കിയ പലതും പൊളിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ ഒരു ഘട്ടം ഖൽബിന്റെ വേദന എത്ര വലുതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അപ്പൊ രണ്ട് അവസ്ഥ അവിടെ വരാനുണ്ട്. ഖുർത്തുബി ഇമാം തങ്ങൾ പറയാണ്, റബ്ബിന്റെ മുന്നിലേക്ക് കിതാബ് വായിക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന മനുഷ്യൻ, ഫൈദാ കാന റജുലു റഅസൻ ഫിൽ ഖൈർ, നന്മയിൽ സജീവമായ ആളാണെങ്കിൽ ആ നന്മയിലേക്ക് ക്ഷണിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും ഒരുപാട് നന്മയുടെ അനുയായികളെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത ആളാണെങ്കിൽ, സ്വന്തം പേര് മാത്രമല്ല വാപ്പാന്റെ പേരും കൂട്ടി വിളിക്കും, അയാളങ്ങ് മുന്നോട്ട് നീങ്ങും. അയാൾ രക്ഷപ്പെടുന്ന ആളാണെന്ന് തിരിച്ചറിയാറുള്ള ആദ്യത്തെ അടയാളം, അടുത്തെത്തുമ്പോൾ ഉഖ്രിജലഹു, അയാളിലേക്കങ്ങ് പുറത്തു വരും. അഖ്റജലഹു കിതാബുൻ അബിയൽ, നല്ല വെളുത്തൊരു കിതാബ്. കിതാബ് കാണുമ്പോഴേക്ക് അയാൾക്കൊരു മനസ്സമാധാനമാണ്. വെളുത്ത എഴുത്ത്. ഫീ ബാത്തിനിഹി സയ്യിആത്ത്, അതിന്റെ ഉൾപേജുകളിൽ, ഉൾത്താളുകളിൽ ഇയാൾ ചെയ്തു കൂട്ടിയ തിന്മകളുണ്ട്. വഫീ ളാഹിരിഹിൽ ഹസനാത്ത്, അതിന്റെ പുറം ഭാഗത്ത് ഇയാൾ ചെയ്തു കൂട്ടിയ നന്മകളുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് ഉൾപേജ് ഇങ്ങോട്ട് മറിച്ച് തിന്മകൾ അയാൾ വായിക്കാൻ തുടങ്ങുമ്പോ അയാളത് വായിക്കുന്നു. അയാളെ മനസ്സിൽ വല്ലാത്ത പേടി. വയസ്ഫറു വജൂഹു, മുഖം ചുവന്നു തുടുക്കുന്നു, നിറക്ക മാറി. ഫൈദാ ബലഗ ആഖിറൽ കിതാബ്, വായിച്ച് 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 കിതാബിന്റെ അവസാനം എത്തുമ്പോ, അതൊക്കെ ആ വായനക്ക് എല്ലാവരും കേൾക്കുന്ന രൂപവും സംവിധാനവും ഭാവവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം വലിയൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏട് നാം വായിക്കുന്ന ഒരു ദിവസം അള്ളാഹു ഈ പറഞ്ഞ വിധം ഖൈറായ വ്യക്തിത്വങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും പെടുത്തി തരട്ടെ. വെളുത്ത കിതാബ് കയ്യിൽ വാങ്ങുന്നവരിൽ അള്ളാഹു ചേർത്തി തരട്ടെ. അങ്ങനെ സഹോദരങ്ങളെ, ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, കിതാബ് വായിച്ച അവസാനം എത്തുമ്പോ അവിടെ ഒരു എഴുത്ത് കാണുന്നുണ്ട്. ഹാദിഹി സയ്യിആതുക, ഇപ്പൊ വായിച്ചതൊക്കെ തിന്മകളാണ്, ഞാൻ ഇത് നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കാണുമ്പോ വിശ്വാസിക്ക് വരുന്നൊരു സന്തോഷം ചെറുതല്ല. പക്ഷെ അള്ളാഹു പുറത്തു തരണ്ടേ? അപ്പോഴാണിത്. പ്രതീക്ഷ കൈവിടാൻ പാടില്ല, ചോദ്യം നിർത്താൻ പാടില്ല, അമല് കുറക്കാൻ പാടില്ല, വരും പോലെ വന്നോട്ടെ എന്ന് കരുതാൻ പാടില്ല. അധ്വാനിച്ച് മുന്നോട്ട് നീങ്ങണം.
ആഖിറത്തിന്റെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ സ്വഹാബത്ത് പലപ്പോഴും ചോദിച്ചു, നബിയെ ഞങ്ങളെ കാര്യം ഏതാ തീരുമാനിച്ചില്ല, ഇനി ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അപ്പോഴൊക്കെ തങ്ങൾ പറയും, അമല് നിർത്താൻ പാടില്ല. ഓരോരുത്തരും ഏതിനാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് എളുപ്പ വഴി കിട്ടും. അതുകൊണ്ട് അമല് തുടരണം. അങ്ങനൊക്കെ മദീന്ന് ചിന്തിക്കരുത്. നിരാശ കൊണ്ട് അങ്ങനെ ചിന്ത വരും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിരാശപ്പെടാൻ പാടില്ല. അവസാനം എത്തുമ്പോ ഈ ഒരു വായന അങ്ങോട്ട് കിട്ടുമ്പോ ഇതൊക്കെ തിന്മകളാണ്, ഞാനത് പുറത്തു തന്നിട്ടുണ്ട്, വായിക്കൂ. ഭാഷ പ്രശ്നമല്ല, കഴിവ് കുറവൊന്നുമില്ല. ആ എഴുത്ത് കാണുമ്പോ, പേജിൽ തിന്മകളാണിത് പുറത്തു വന്നിരിക്കുന്നുള്ള എഴുത്ത് കാണുമ്പോ നല്ല സന്തോഷം വരും. പിന്നെയും കിതാബ് മറിക്കുന്നു, നന്മകൾ അങ്ങനെ വായിക്കുന്നു. നന്മകൾ വായിക്കുമ്പോ സന്തോഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. സുബ്ഹാനല്ലാഹ്, നന്മയുടെ പാർട്ട് അവസാനിക്കുന്നിടത്തൊരു എഴുത്ത് കാണുന്നു, ഹാദിഹി ഹസനാതു, ഇത് നിന്റെ നന്മകളാണ്. ഖദുദുഇഫതുലക, നിനക്കിതൊക്കെ വർദ്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇരട്ടയാക്കി വെച്ചിരിക്കുന്നു. അത് വായിക്കുമ്പോ ഫയബിയല്ലു വജൂഹു, ആ മനുഷ്യന്റെ മുഖം പ്രകാശിക്കും. ഒരു കിരീടം കൊണ്ടുവരും. ആ കിരീടം അവന്റെ തലക്ക് മുകളിൽ വെക്കപ്പെടും. കിരീടം കൊണ്ടുവരും മലക്കുകൾ ബഹുമാനിക്കാൻ വേണ്ടി. രണ്ട് ജോഡി വസ്ത്രങ്ങൾ അവിടെ വെച്ച് ധരിപ്പിക്കപ്പെടുന്നു. അതുവരെ എന്താ? അതുവരെ ഉരിയാനാണ്. ഇഖ്റ കിതാബക്കാന്നൊക്കെ പറയുമ്പോഴൊക്കെ ഉരിയാനാ, നഗ്നന്മാരാണ്. അപ്പൊ നഗ്നതയിലേക്ക് നോക്കുന്ന അവസ്ഥയോ ഫോട്ടോ എടുക്കുന്ന അവസ്ഥയൊന്നുമല്ല. പരിഭ്രമിച്ചിട്ട് മനുഷ്യന്റെ കണ്ണും കൽബൊക്കെ മേൽപോട്ട് വരുന്ന അവസ്ഥയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് മുഹ്തഈന മുഖ്നി റൂസിഹിം വഅഫ്ഇദതുഹും ഹവാ, അവരുടെ കണ്ണ് മേൽപോട്ടുയർന്ന് മനസ്സ് ശൂന്യമാണ്. വേണ്ടാത്തൊരു ചിന്തയിലേക്ക് അവിടെ പോകാൻ നേരല്ല, പരിഭ്രമിച്ചു പോയ അവസ്ഥയാണ്. അങ്ങനെയുള്ള സമയത്ത് കിതാബിന്റെ വായന കൊണ്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ബഹുമാനം, സ്വർഗത്തിൽ നിന്നുള്ള ആ കിരീടം, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്റെ തലയിൽ കിരീടം വെച്ച് രണ്ട് കൂട്ടം വസ്ത്രങ്ങൾ ധരിപ്പിച്ച്, വയുഹല്ലാ കുല്ലു മിഫ്സലിൻ ഫീഹ്, ഓരോ ഭാഗത്തും അതാ ആഭരണങ്ങൾ അണിയിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പോകുന്നതിന്റെ മുമ്പ് ഒരു സ്വർഗീയ സ്ഥലം ലഭിക്കേണ്ട ചമൽക്കാരങ്ങളൊക്കെ നൽകപ്പെടുകയാണ്. കൈയിന്റെ ഭാഗങ്ങളിൽ ആഭരണങ്ങൾ ധരിപ്പിക്കുക. മുഅ്മിനായ മനുഷ്യന്റെ ആഭരണം തബ്ലുഗു ഹില്ലത്തുൽ മുഅ്മിൻ ഹൈസു യബ്ലുഗുൽ വുളൂ, വുളൂവിന്റെ വള്ളം എത്തുന്നിടത്ത് ആഭരണങ്ങൾ എത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കണ്ട നന്നായി കയറ്റി കൈകൊള്ളി. ആഭരണങ്ങളുടെ കട്ടിയും കനവും അതിന്റെ കൂടുതലും മനസ്സിലാക്കുമ്പോൾ നാളെ ആളുകൾക്ക് മനസ്സിലാകും. എല്ലാം കൊണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കും. നിറയെ ആഭരണം കിട്ടിപ്പോകുന്ന ആള് എന്റെ സുന്നത്ത് കൃത്യമായി സൂക്ഷിച്ച് ചെയ്ത ആളാണ്. കണ്ടില്ല, അയാളെ കൈയുള്ള ആഭരണം മുട്ട് വരെയല്ല ഉള്ളത്, കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. തോളും കൈ വരേണ്ട്. ഇനി എപ്പോഴും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, കുളിക്കുന്നതിന് മുമ്പ് ഉടുക്കുന്ന സമയത്തെങ്കിലും ഇങ്ങോട്ടൊരു തോള് വരെ കൈകാരം. അപ്പൊ കുപ്പായിട്ടില്ലല്ലോ കുളിക്കുക. അപ്പോഴെങ്കിലും ആ സുന്നത്ത് നിർത്തൂടെ? ബാക്കിയുള്ള സമയത്തൊക്കെ കുപ്പായുണ്ടെന്ന് തടസ്സം ഉണ്ടാകും, ഒന്ന് നനഞ്ഞൂലേ. കുളിക്കണേയും പൂതു കൊടുക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു സുന്നത്ത് നമ്മൾ ചെയ്ത് അള്ളാഹു കബൂലാക്കി തരട്ടെ. എന്നൊരു ഘട്ടം ഞാൻ പറയാണ്, വേറെ സമയത്തൊക്കെ ഉണ്ടാകും സൗകര്യമുള്ളവര്. പുരേന്നൊക്കെ ഒന്നും ഉണ്ടാകുമ്പോ ചിലപ്പോ ഒന്നും ഡ്രസ്സ് ഉണ്ടാകൂല, കുപ്പായൊന്നും ഉണ്ടാകൂലല്ലോ. അപ്പോഴൊക്കെ കയറ്റി കഴിക്കാൻ പറ്റും. എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ. ആ ഹദീസ് നോക്ക് നിങ്ങൾ, തബ്ലുഗു ഹില്ലത്തുൽ മുഅ്മിൻ ഹൈസു യബ്ലുഗുൽ വുളൂ. ഈ ആഭരണങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ സ്ത്രീകൾ വാങ്ങും, ചിലപ്പോ വല്യമ്മമാര് വാങ്ങും. ഞാൻ ആ വല്യമ്മമാര് ഉദു കൊടുക്കുമ്പോ നമ്മളത്ര വെള്ളം ചെലവില്ല, അത് വേറെ വിഷയം. അവര് ശരിക്ക് കയറ്റി കൈകിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി കൈകിട്ട് ഉദു കൊടുക്കും. കാലൊക്കെ നന്നായിട്ട് കയറ്റി കൈകി കണങ്കാലിന്റെ പകുതി വരെ അവർ കൈകി. നമ്മള് അളന്ന് മുറിച്ചാണ് കൈകി. ഇത് ഞെരിയാണി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ പോരാ, കുറച്ചും കൂടി അങ്ങോട്ട് മേലോട്ടായാൽ
സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ആഭരണല്ലേ, എത്ര വലിയ സന്തോഷം ഉണ്ടാകും. പിന്നെ ആ മനുഷ്യന്റെ രൂപഭാവങ്ങൾ മാറുകയാണ്. അവന്റെ നീളം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നീളം പോലെ 60 മുഴമായി മാറി. എന്നിട്ട് അവനോട് പറയപ്പെടും, നീ നിന്റെ കൂട്ടുകാരടുത്തേക്ക് പോയിക്കോളൂ, എന്നിട്ട് അവരോടൊക്കെ സന്തോഷം അറിയിച്ചോളൂ. അന്നലിക്കുല്ലി ഇൻസാനിൻ മിൻഹും മിസ്ല ഹാദാ, നിന്നെ പോലെ നിന്റെ കൂടെ ഖൈറിൽ പങ്കെടുത്ത് ജീവിച്ച സജീവായ ആൾക്കാർക്കൊക്കെ ഇതുപോലെ കിട്ടാനുണ്ട്. അവിടുന്ന് ആ വായന കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എന്താണ് ആ മനുഷ്യൻ വിളിച്ചു പറയാന്നറിയോ? വരൂ ജനങ്ങളെ, എന്റെ കിതാബ് വായിച്ചോളൂ. എത്ര ധൈര്യത്തോടെ സന്തോഷത്തോടെയാ പറയുന്നത്. എന്റെ കിതാബ് ദാ നോക്കിക്കോളൂ, വായിച്ചോളൂ. ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ ഇങ്ങനൊരു ഹിസാബ് അഭിമുഖീകരിക്കാനുണ്ട്, ഇങ്ങനൊരു വിചാരണ വരാനുണ്ട് എന്ന ബോധത്തോടെ ജീവിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, വായിച്ചോളൂ. അത് പറയുമ്പോ അല്ലാഹു തആല മറ്റൊരു ഭാഗത്തുനിന്ന് പറയും, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ആ മനുഷ്യൻ നല്ല സന്തോഷകരമായ തൃപ്തികരമായ ജീവിതത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന ഉദ്യാനത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴവർഗ്ഗങ്ങൾ, അതിലെ പഴക്കൊലകളൊക്കെ ദാനിയത്തുൻ, അതേ ഇരിക്കുന്ന ഇടത്തേക്ക് അടുക്കുന്ന രൂപത്തിലാണ്, കിടക്കുന്ന ഇടത്തേക്ക് അടുക്കുന്ന രൂപത്തിലാണ്. എഴുന്നേറ്റ് നിന്ന് ഒരു ഭാഗത്ത് മരം കയറി പറിക്കേണ്ടതില്ല. കിടക്കുന്നിടത്തുനിന്ന് പറിക്കണോ പഴങ്ങളുണ്ട്, ഇരിക്കുന്നിടത്തുനിന്ന് പറിക്കണോ പഴങ്ങളുണ്ട്. ഏതവസ്ഥയിലും അവിടെ സുഖമാണ്, സുന്ദരമാണ്. ആ കിതാബും പിടിച്ചിങ്ങനെ വലിയൊരു വരവ്. എന്നിട്ട് കൂട്ടുകാരടുത്ത് വന്നിട്ട് ചോദിക്കും, ഹൽ താരിഫൂനി, ഒക്കെ എന്നെ അറിയോന്ന് ചോദിക്കും. എന്തൊരു സന്തോഷമുള്ള ചോദ്യ, വിജയിച്ചിട്ട് വന്നൊരു ചോദ്യം. ഇവിടെ അനുകൂല വിധി കിട്ടുന്ന ആൾക്കാർ പുറത്തിറങ്ങുമ്പോഴേക്കും മധുരം എന്തൊക്കെയാ കൊടുക്കുന്നത്, എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. വിധി അനുകൂലമായതിന്റെ പേരിൽ കോടതിനെ, വേറെ വിധിയൊന്നല്ല ഞാൻ പറഞ്ഞു, വലിയ സന്തോഷിക്കാറൊന്നുമില്ല. കോടതി എന്നുള്ള വിധി, കോടതിയല്ല നമ്മൾ വിഷയം. ആ കോടതിയിൽ നിന്ന് കിതാബുമായിട്ട് ഇങ്ങനെ വന്നിട്ട് കൂട്ടുകാരോട് ചോദിക്കാണ്, എന്നെ അറിയോ, എന്നെ പരിചയമുണ്ടോ? അവര് പറയും, അള്ളാഹുവിന്റെ ബഹുമാനം നിന്നെ പൊതിഞ്ഞിട്ടുണ്ടല്ലോ. മന്നന്താ, നീയാരാണ്, നിന്നെ ഞങ്ങൾക്ക് അറിയുന്നില്ല. കാരണം നീളവും ഈ ഭംഗിയും സ്വർഗത്തിലെ ഒരു ജോഡിയിലെ 2 ജോഡി വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ വരുന്ന സമയല്ലേ. അതുകൊണ്ട് നിന്റെ രൂപഭാവങ്ങളൊക്കെ മാറിയിട്ട് നിന്നെ അറിയുന്നില്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആദരണീയരായ സയ്യിദവർഗ്ഗളെ, കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പൊ ചോദിക്കുന്നു, അറിയോന്ന് ചോദിക്കുമ്പോ അറിയില്ല. എന്നെ അറിയില്ല എന്ന് പറയുമ്പോ പേര് പറയുന്നു, അന ഫുലാൻ ഇബ്നു ഫുലാൻ. നാട്ടിലെ പേരും ഉപ്പാന്റെ പേരും പറയുമ്പോ എല്ലാവരും സന്തോഷിക്കുന്നു. എന്നിട്ട് സന്തോഷം പറയുന്നു, നിങ്ങളും സന്തോഷിച്ചോളൂ, നിങ്ങൾക്കും ഇങ്ങനെ വരാനുണ്ട്. അങ്ങനെ നിങ്ങൾക്കും വരാനുണ്ട് എന്ന് പറയുമ്പോ അവരൊക്കെ കേൾക്കുന്നൊരു വാക്കുണ്ട്, കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ. ഒഴിഞ്ഞു ജീവിച്ച ദുനിയാവിൽ പലതും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവുകൾക്ക് പകരം ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. കാരണം ദുനിയാവിൽ കുടിക്കരുത് എന്ന് പറഞ്ഞ ദിവസം കുടിച്ചിട്ടില്ല, കുടിക്കണ്ട എന്ന് പറഞ്ഞ പലതും കുടിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് പലതും കഴിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ ഖാലിയാക്കി ഒഴിവാക്കി നടന്നതിന് ഇവിടെ അല്ലാഹു തആല നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, സന്തോഷിച്ചോളൂ. ഖുർത്തുബി മാവദങ്ങൾ പറഞ്ഞ മറ്റേ വശം ഞാൻ ചുരുക്കിയൊന്ന് പറയട്ടെ. സയ്യിദവർഗ്ഗൾ ദുആക്കെത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ നേരെ തിന്മയിൽ നേതാവായി നടന്ന ആളാണെങ്കിൽ എല്ലാ തിന്മയിലും ഇവിടെയുണ്ട്. ഒരുപാട് പേരെ കൊണ്ടവൻ കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കൊണ്ടവൻ അനുയായികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവന്റെ പിന്നാലെ നടന്ന് വൃത്തികേടായ ആളുകൾ അധികരിച്ചിട്ടുണ്ട്. അവനെയും വിചാരണയ്ക്ക് വിളിക്കുമ്പോ മുന്നോട്ട് നീങ്ങും. അവനൊരു കിതാബ് കിട്ടും, കിതാബുൻ അസ്വദ്, കറുത്ത കിതാബ്, കറുത്ത എഴുത്തിലുള്ള കറുത്ത കിതാബാണ്.
ആ കിതാബിന്റെ ഉള്ളിൽ നന്മകളുണ്ട്, പുറംഭാഗത്ത് തിന്മകളുണ്ട്. നേരത്തെ വിശ്വാസിയുടെ നേരെ മാറ്റാൻ. അതിന്റെ ഉള്ളിലാണ് അവന്റെ തിന്മകളുള്ളത്, പുറത്തുള്ളത് നന്മകളാണ്. ഇത് നേരെ തിരിച്ച്. പുറത്ത് തിന്മകൾ. അവന് ഇവിടെ പലരും അവന്റെ കൂട്ടാളികൾ മാർക്ക് കൊടുത്തിരുന്ന തിന്മകൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത സഹിക്കാത്ത തിന്മകളൊക്കെ പുറത്തിങ്ങനെ 1, 2, 3 ഒക്കെ എഴുതിയിട്ടുണ്ട്. ചില കിതാബൊക്കെ നോക്കുമ്പോ നമ്മളറിയില്ലേ, ഉള്ളടക്കം എന്ന് പറയില്ലേ, ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉള്ളടക്കം. അതേപോലെ പുറത്ത് തന്നെ ഇവന്റെ തിന്മകൾ, ഉള്ളിൽ നന്മകളും. ഏതാ വായിച്ചു തുടങ്ങുക? നന്മകൾ ഇങ്ങനെ വായിച്ചു തുടങ്ങും. അപ്പൊ അവരിങ്ങനെ തോന്നും, രക്ഷപ്പെടും. അവിടെ ഭക്ഷണം കൊടുത്തത്, അവിടെ ഒരു വീട് കെട്ടിയത്, അവിടെ മറ്റേ ബന്ദിയെ സഹായിച്ചത്, അവിടെ ആ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായ ഒരു മനുഷ്യന് തുണിയും കുപ്പായും വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ഇവിടെ നിന്ന് പലരും പലതും ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നും, രക്ഷപ്പെടും. കിതാബിന്റെ അവസാനം അങ്ങോട്ട് എത്തിക്കുമ്പോ അതിൽ കാണും, ഹാദിഹി ഹസനാതുക്, ഇതൊക്കെ നിന്നെ നന്മകളാണ്, നീ ചെയ്തതാണ്. പക്ഷേ വഖദ് റുദ്ദത് അലൈക്, നിന്നിലേക്ക് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. സ്വീകരിക്കാൻ പറ്റൂല, മതിയായ ഈമാൻ ഇല്ലാത്തത് കൊണ്ട്. മുനാഫിഖ് കുടുങ്ങും, കാഫിർ കുടുങ്ങും, നിരീശ്വരവാദി കുടുങ്ങും. പേര് വലുതൊക്കെ മുസ്ലിമല്ലേ? ഇപ്പൊ പരസ്യമായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു. ഒരു എഴുത്ത് എഴുതാൻ പോലും ഒരു തൊലിക്കട്ടി എത്ര വലിയ കട്ടിയാ. എന്താണ് എഴുതി വിടുന്നത്? ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു. എന്താ കാരണം പറഞ്ഞത്? ഒരുത്തി തല മറക്കാൻ പറഞ്ഞു, തലക്ക് കാറ്റ് കൊള്ളാൻ അയക്കുന്നില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതും പബ്ലിസിറ്റി എഴുതി വിട്ടില്ല എല്ലായിടത്തേക്കും. അങ്ങനെ നിങ്ങൾ നോക്കി, ഈ മനുഷ്യന് നന്മകളൊക്കെ വായിച്ചിട്ട് പ്രതീക്ഷ പോയി. നന്മകളൊന്നും നിനക്കൊന്നും പ്രതീക്ഷിക്കാതെ അതൊക്കെ തിരിച്ചു തന്നു. അള്ളാഹു പറയുന്നു, അതിലെ എഴുത്ത് കാണുന്നു, മുഖം കറുക്കുന്നു, ദുഃഖം കൂടി വരുന്നു, നിരാശ വരുന്നു. അവനതാ പേജ് ഇങ്ങനെ മറിക്കുമ്പോ തിന്മകളാ പിന്നെ വായിക്കുന്നത്. നീ അയാളെ കൊന്നത്, മറ്റേ ആളെ കൊല്ലാൻ കൊട്ടേഷൻ വാങ്ങിയത്, മറ്റേ പരിപാടിക്ക് പോയിട്ട് നീ മദ്യം മോന്തിയത്, അവിടെ പോയിട്ട് നീ മദ്യപിച്ച് കച്ചറയുണ്ടാക്കിയത്, അവിടെ പോയി നീ നാടകം കണ്ടത്, എന്നിട്ട് അവസാനം അടിയുണ്ടാക്കിയപ്പോ അതിലും നീയുണ്ട്. ഇങ്ങനെ തുടങ്ങി അനാവശ്യങ്ങൾ മുഴുവനും ഫലാ യസ്ദാദു ഇല്ലാ ഹുസ്നാ, ദുഃഖമല്ലാതെ അവന് കൂടുതൽ വരുന്നില്ല. മുഖത്തിന്റെ കരിവാളിച്ചെങ്ങനെ കൂടിക്കൂടി വരികയാണ്. കിതാബിന്റെ അവസാനം എത്തിയപ്പോൾ അതിൽ കാണുന്നുണ്ട്, ഹാദിഹി സയ്യിആതുക്, ഇതൊക്കെ തിന്മകളാണ്. വഖദ് ളുഇഫത് അലൈക്, നിന്റെ മേൽ വർദ്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തിന്മകൾ വർദ്ധിച്ചതല്ല. അയ്യുളാഅഫു അലൈഹിൽ അദാബ്, ചെയ്ത തിന്മയുണ്ടാകുള്ളൂ, അത് വർദ്ധിച്ചു കൊടുക്കൂല. നന്മ അങ്ങനല്ല, ചെയ്തത് മാത്രമല്ല ഡബിൾ കൂടും. തിന്മ അല്ലാഹു തആല വർദ്ധിപ്പിക്കൂല, തിന്മയുടെ ശിക്ഷ അല്ലാഹു തആല ഇരട്ടിപ്പിക്കും. അപ്പൊ ആ മനുഷ്യൻ നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവന്റെ കണ്ണ് മുഴുവനും, കണ്ണിന്റെ കളറൊക്കെ നീല കളറായി മാറും. കണ്ടാൽ പേടിക്കുന്ന കളർ, പൂച്ചക്കണ്ണുകളായി മാറി. അസ്റഖ്, നീലക്കളർ. മുഖം കറുക്കും. വയുക്സാ, ഓനും വസ്ത്രം കൊടുക്കും. ഏത് വസ്ത്രം? സറാബീലുഹും മിൻ ഖത്റാൻ, നരകക്കാർക്ക് കൊടുക്കുന്ന വസ്ത്ര ഠാറിന്റെ വസ്ത്രമാണ്. തീയങ്ങ് തട്ടുമ്പോഴേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പൊള്ളി പതക്കുന്ന വസ്ത്രങ്ങൾ. എന്നിട്ട് അവനോട് പറയും, നിന്റെ കൂട്ടുകാരടുത്തേക്ക് പോയിക്കോളും, നിന്നെ പോലെയുള്ളവർക്കൊക്കെ ഇതേ അവസ്ഥയുണ്ട് എന്ന് നീ പോയി പറയണം. അപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത്, യാ ലൈതനി ലം ഊത കിതാബിയാ, ഈ കിതാബ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബിയാ, വിചാരണ എന്തെന്ന് എനിക്കറിയില്ലല്ലോ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ, ആ മരണമല്ലേ ഇതൊക്കെ തീർപ്പാക്കിയത്. എന്റെ അധികാരം മുഴുവനും നശിച്ചുപോയി. ഹലക്കന്നീ സുൽത്താനിയാ, അധികാരം എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ തഫ്സീർ എഴുതി, എന്റെ പ്രമാണം, എന്റെ തെളിവ് ഒന്നും ഇവിടെ വിജയിക്കൂലല്ലോ. അപ്പൊ അല്ലാഹു പറയും, ഖുദൂഹു ഫഗുല്ലു, പിടിച്ച് ചെങ്ങലക്കിടി അവന്റെ ആക്രോശങ്ങളൊക്കെ നിർത്തൂ, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. 70 മുഴമുള്ള ചെങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കൂ. നമ്മുടെ മുഴല്ല, അതിനൊരു മുഴത്തിന്റെ അളവ് അല്ലാഹു തആല വേറെ കൊടുത്തിട്ടുണ്ട്. ആ ചെങ്ങലയുമായിട്ട് അവനങ്ങോട്ട് ശരിക്കും ഫസ്ലുകൂഹു ഫീഹ എന്ന് പറഞ്ഞാൽ ചെങ്ങല എങ്ങനെ ബന്ധിപ്പിക്കുന്നതെന്ന് അറിയും. അവന്റെ വായിലൂടെ അങ്ങനെ ചെങ്ങല പുറപ്പെടിച്ച്
പിൻദ്വാരത്തിലൂടെ ചെങ്ങലങ്ങനെ കൊണ്ടുവന്നിട്ടൊരു കൂട്ടിക്കെട്ടരുണ്ട് വലിച്ചെറിയാൻ വേണ്ടിയിട്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ആ ചെങ്ങലയുടെ ഒരു വട്ടക്കണ്ണിയെങ്ങാനും ഭൂമിയിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ ആ ചെങ്ങല പർവ്വതത്തെ ഉരുക്കിക്കളയും, അത്രയും ചൂടുള്ളതാണ്. ഈ ചെങ്ങലയൊക്കെ വലിച്ചിട്ട് ഇവനിങ്ങനെ പോകാൻ കൂട്ടുകാരോട് ചോദിക്കാണ്, എന്നെ അറിയോ? ഇല്ലല്ലോ, നിന്നെ അറിയൂലല്ലോ, എന്തൊരു വിഷമാ നിനക്ക് പറ്റിയത്? പറയും, ഞാൻ ആരാന്നറിയോ നിങ്ങള്? പാപ്പാന്റെ പേരും സ്വന്തം പേരും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ കിട്ടാനുണ്ട്. സങ്കടത്തിന്റെ അവസ്ഥയാണ്. ഈ രണ്ട് ഘട്ടത്തിലും സന്തോഷിച്ചു പോകുന്ന ആ മനുഷ്യനോടും സന്താപത്തോടെ പോകുന്ന മനുഷ്യനെ കണ്ടിട്ടും മലക്കുകൾ ഒരു അനൗൺസ്മെന്റ് മുടക്കും. മൊത്തത്തിൽ എല്ലാവരും അറിയാൻ വേണ്ടി ഒരു അനൗൺസ്മെന്റ്. എന്താണ് അനൗൺസ്മെന്റ്? അലാ ഇന്ന ഫുലാന ബിന ഫുലാൻ, സ്വന്തം പേരും ബാപ്പാന്റെ പേരും, സഈദ സആദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ, ഒന്നാമത്തെ വ്യക്തിയെ പറ്റി പ്രകാശിച്ച് സ്വർഗ്ഗത്തിലെ 2 ജോഡി വസ്ത്രം ധരിച്ചു പോകുന്ന ആളെ പറ്റി, ഇന്നാലിന്നവന്റെ മകൻ ഇന്നാലിന്നവൻ, അതേ സുലൈമാന്റെ മകൻ അബ്ദുൽ കരീം ഉദാഹരണം പറയാണ്, അതാ വിജയിച്ചിട്ടുണ്ട്, ഇനി ഒരു കാലത്തും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരൂല. ഇപ്പൊ മീസാനിലേക്കും സ്വർഗത്തിലേക്കും എത്തിയിട്ടില്ല കേട്ടോ, അതിന്റെ മുമ്പുള്ള അവസ്ഥയാണ്. രണ്ടാമത്തെ വ്യക്തിയെ പറ്റി പറയും, ഇന്ന ഫുലാന ബിന ഫുലാൻ ഖദ് ശഖിയ ശഖാവതൻ ലാ യസ്അദു ബഅദഹാ അബദാ, ഇതാ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ മനുഷ്യൻ, ഇനി ഒരിക്കലും കരകയറാത്ത വിജയിക്കാത്ത ഒരു പരാജയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ 2 രംഗങ്ങളും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദമായി വിശദീകരിച്ചത് ചുരുക്കി പറഞ്ഞതാണ്. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, നിന്റെ എഴുത്ത് നീ വായിക്കണം, നിന്റെ ഏട് നീ വായിക്കണം. വിചാരണ അതിന് മതിയായത് നിന്റെ ശരീരം തന്നെ മതി, എമ്പാടും. വേറെ സാക്ഷികളൊന്നും വേണ്ട, ദുന്യാവെന്ന് കൂടെ ചെയ്ത ആളുകളൊന്നും വേണ്ട. ആ ദിവസം രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.